ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബയോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ നമുക്ക് രണ്ട് രീതിയിലായിട്ട് പഠിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്ഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് ഇമ്മ്യൂണിറ്റി. എന്താണ് ഇമ്മ്യൂണിറ്റി, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി മൂലം വരുന്ന അസുഖങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പോർഷനിൽ പഠിക്കുന്നത്. സോ ഇതൊരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് തരുന്നു. ഓരോ ചാപ്റ്ററിൽ നിന്നും ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹെൽത്തിനെ റിലേറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. നന്നായിട്ട് വായിക്കാം, എന്നിട്ട് അതിൽ കറക്റ്റ് ഏതാണോ ഇൻകറക്റ്റ് ഏതാണോ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ് അല്ലെ. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടുമാണ് നമ്മൾ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു 3 സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണെങ്കിൽ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യാം അല്ലെ. ഇനി ഇതേപോലെ തന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസീസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തെന്ന് പറയാം, ഹെൽത്തി പേഴ്സൺ എന്ന് വിളിക്കാം. പക്ഷേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹെൽത്ത് ഡിഫൈൻ ചെയ്യുന്നത് ഡിസീസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഹെൽത്തി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെയാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഒരാൾ ഡിസീസ് ഫ്രീ ആണെങ്കിൽ മാത്രം ഹെൽത്തി ആവണമെന്നില്ല. ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ മെന്റലി ഓക്കെ അല്ല, ചിലപ്പോൾ എന്താ പറയാ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നേരിടുന്നെങ്കിൽ അതും ഓക്കെ അല്ല. സോ ഒരാൾ ഡിസീസിൽ നിന്ന് മാത്രം, ഡിസീസ് ഒന്നും ഇല്ലെങ്കിൽ അയാൾ ഹെൽത്തി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. So statement 1, 2 are correct. Statement 1ഉം 2ഉം എന്താ കറക്റ്റാ, ബട്ട് 3 is incorrect. അപ്പൊ ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ഓപ്ഷൻ വരാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരാ. 1ഉം 2ഉം കറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 3 is incorrect. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ന്യൂസ് പേപ്പർ ബോക്സ് പോലത്തെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് പ്രോട്ടോസോവൻ ഡിസീസിൽ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ അടുത്ത് കേരളത്തിൽ നടന്നൊരു അല്ലെങ്കിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു ഡിസീസും കൂടിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കി മക്കളെ, എ സ്വിമ്മർ ഡെവലപ്സ് എ ബ്രെയിൻ ഇൻഫെക്ഷൻ ആഫ്റ്റർ ഡൈവിംഗ് ഇൻ ടു എ സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരു ഡൈവർ എന്ത് ചെയ്തു, സ്വിമ്മർ ഡൈവ് ചെയ്തു. അപ്പൊ അയാൾക്ക് ബ്രെയിൻ ഇൻഫെക്ഷൻ വന്നു എന്നാ പറഞ്ഞത്. നമ്മൾ ഈ അടുത്ത് കേരളത്തിൽ 2022 റിപ്പോർട്ട് ചെയ്ത ഒരു ഡിസീസാണ്. ദാറ്റ് ഈസ് ഈ പറയുന്ന ഒരു എന്താ പറയാ ബ്രെയിൻ ഇൻഫെക്ഷൻ. അമീബ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ബ്രെയിനിൽ കയറി ബ്രെയിൻ പതുക്കെ കഴിച്ച് ആ പേഴ്സൺ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ അസുഖമാണ് അമീബിക് എൻസിഫ്ലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അത് കോസ് ചെയ്യുന്ന പാത്തോജന്റെ പേരാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ആ പാത്തോജന്റെ പേരാണ് നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്ന ഒരു അമീബയായിരുന്നു ആ സ്വിമ്മറിന്റെ ബ്രെയിനിൽ കയറിയിട്ടുണ്ടായത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ അസുഖത്തിന്റെ പേരും പാത്തോജന്റെ പേരും എന്ത് ചെയ്യുക, നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. During a rainy survey, the student observed swollen leg due to blockage of lymphatic vessels. ഇത് ഒരു ഡിസീസ് ആണ്. ദാറ്റ് ഈസ് ഫിലേരിയാസിസ് എന്ന് പറയുന്ന അസുഖ സംബന്ധമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴക്കാലങ്ങളിലാണ് ഈ പറയുന്ന ധാരാളം മോസ്കിറ്റോസ് എന്ത് ചെയ്യുന്നത്, എഗ് ലേ ചെയ്യുന്നതും. ധാരാളം കെട്ടിക്കിടക്കുന്ന വാട്ടേഴ്സിൽ ഈ മോസ്കിറ്റോസ് എഗ് ലേ ചെയ്ത് ഇഷ്ടംപോലെ കൊതുകുകൾ സ്പ്രെഡ് ആവുന്ന ഒരു ടൈമും കൂടിയാണ് എന്ത്, ഈ പറയുന്ന മോസ്കിറ്റോസ്. അപ്പൊ ആ ടൈമിൽ ഒരു പേഴ്സന്റെ കാലിൽ എന്ത് ചെയ്യുന്നു, ലിംഫാറ്റിക് വെസൽസ് ബ്ലോക്ക് ചെയ്ത് കാൽ നല്ല രീതിയിൽ വീർത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേതാണ് അസുഖം? അതിന്റെ കോസറ്റീവ് ഓർഗാനിസം. മക്കളെ ഈ ടേം ഒന്ന് ശ്രദ്ധിക്കുക. കോസറ്റീവ് ഓർഗാനിസം പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം പടർത്തുന്ന പാത്തോജന്റെ പേരാണ് അവിടെ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ആ ടേം ഒന്ന് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാത്തോജൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ പാത്തോജന്റെ വേറൊരു ടേം കൂടി ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. കോസറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തോജന്റെ പേര് തന്നെയാണ്, അല്ലെങ്കിൽ ആ അസുഖം പടർത്തുന്ന ആളുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് അസുഖമായിരിക്കും മക്കളെ? ഈ അസുഖത്തിന്റെ പേരാണ് എന്ത്, ഫിലേരിയാസിസ്. ഓർ ഈ അസുഖത്തിന് വേറൊരു പേരും കൂടി വിളിക്കും, എലിഫന്റിയാസിസ്. അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇത് കോസ് ചെയ്യുന്ന ആ വോമിന്റെ പേരാണ് എന്ത്, ഫിലേരിയൽ വോം. ക്ലിയർ ആണല്ലോ? എനിക്കിത് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് താഴത്തുണ്ട്. നമുക്കത് ഓരോന്നും എന്ത് ചെയ്യാം മക്കളെ, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ്സ് 3 തന്നിട്ടുണ്ട്. അതിൽ നന്നായിട്ട് വായിച്ച് അതിന്റെ കാരണം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ സം കേസസ് ഈവൻ ദ വൂണ്ട് ഹീലിംഗ് എ സ്കാർ വിൽ ബി റിമൈൻ. നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ മുറിന്റെ ഭാഗത്ത് ടിഷ്യൂസ് എന്തായി പോകും, ഡാമേജ് ആയി പോകും. അപ്പൊ നമ്മളെ ബോഡിയിൽ പല ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അതിലൊരു ടിഷ്യൂവിന്റെ പേരാണ് കണക്റ്റീവ് ടിഷ്യൂ. എന്താ വിളിക്കുക, കണക്റ്റീവ് ടിഷ്യൂസ്. ഈ ടിഷ്യൂസ് എന്താ ചെയ്യുക,
ഡാമേജ് ചെയ്തിട്ടുള്ള ടിഷ്യൂസിനെ റീപ്ലേസ് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യും? ന്യൂ ടിഷ്യൂസ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഈ ന്യൂ ടിഷ്യൂസ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കണക്റ്റീവ് ടിഷ്യൂസ്. പക്ഷേ ആ ടിഷ്യൂ മുറിവിന്റെ പാട്, ദാറ്റ് ഇസ് സ്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പാടിനാണ്. ആ മുറിവ് അവിടെ തന്നെ എന്ത് ചെയ്യും? റിമൈൻ ചെയ്യും. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഡാമേജ് ചെയ്ത ടിഷ്യൂസിനെ റീപ്ലേസ് ചെയ്ത് ന്യൂ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? അവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് അതിന്റെ റീസൺ. ക്ലിയർ ആണല്ലോ? ഇതാണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുക. ക്ലിയർ അല്ലേ മക്കളെ? നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Even there is an infection or inflammation, the body temperature will be rise. അല്ലെ, നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ നമ്മളെ ബോഡിയിൽ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാവും. അതിന് കാരണം എഴുതാനാ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ആ ടെമ്പറേച്ചർ എങ്ങനെ കൂടി നിങ്ങൾ അവിടെ എഴുതണ്ട. ആരാണ് ആ ടെമ്പറേച്ചർ കൂട്ടുക? നമുക്കറിയാം, നമ്മളെ ബോഡിയിൽ ഇൻഫെക്ഷൻസ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജേംസ് നമ്മളെ ബോഡിയിൽ കയറിയിട്ടുണ്ടാവും അല്ലെ. ഈ ജേംസ് കയറുമ്പോൾ നമ്മുടെ WBC സെൽസ് അപ്പം തന്നെ ഒരു സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യും. ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പൈറോജൻസ്. എന്താ വിളിക്കുക? പൈറോജൻസ്. ഈ പൈറോജൻസ് നേരെ എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിൻ പാർട്ടിൽ ചെന്നിട്ട് ബ്രെയിനോട് പറയും നമ്മുടെ ബോഡിയിൽ ധാരാളം ജേംസ് കയറിയിട്ടുണ്ട്. അപ്പൊ ഈ ജേംസിനെ കൊല്ലുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ് അല്ലെ, എൻഗൾഫിങ്. ആ WBCs പാത്തോജൻസിനെ വിഴുങ്ങുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. അതൊന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ഈ പറയുന്ന പൈറോജൻസ് ബ്രെയിനിൽ ചെന്ന് നമ്മുടെ ബ്രെയിനിലെ പാർട്ടായിട്ടുള്ള അവിടെ ചെന്ന് നമ്മുടെ ബോഡിയിൽ എന്ത് കൂട്ടുന്നു? ടെമ്പറേച്ചർ കൂട്ടുന്നു. അതിന്റെ ഫലമായിട്ട് ഫാഗോസൈറ്റോസിസും അതുപോലെ തന്നെ പാത്തോജന്റെ ഗ്രോത്തും എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളിവിടെ ആൻസർ ചെയ്തേണ്ട ഇതാണ്. WBC സെൽസ് എന്ത് ചെയ്യുന്നു? പൈറോജൻസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ എന്ത് കൂടുന്നത്? ടെമ്പറേച്ചർ കൂടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ബ്ലഡ് ഗ്രൂപ്പ് ഷുഡ് ബി കൺസിഡർ ഇൻ ദി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അല്ലെ, ഇപ്പൊ ഒരു ആക്സിഡന്റ് എമർജൻസി സിറ്റുവേഷൻ ആയാലും ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമുണ്ട് അല്ലെ, ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞ് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഒരു ബ്ലഡ് വേണം നമ്മൾ വിചാരിക്കുന്നു. ഒരു പേഴ്സന്റെ ബ്ലഡ് മറ്റാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ടെസ്റ്റ് ചെയ്യണം? ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടിട്ടാണോ ഒരു ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കുന്നത്? മക്കളെ, നമ്മളെ ബോഡിയിൽ ആന്റിജൻസും ഉണ്ട് ആന്റിബോഡീസും ഉണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മളുടെ ഒരു ഗോഡ് ക്രിയേഷൻ തന്നെ പറയാം. നാച്ചുറലി നമ്മുടെ ബോഡിക്ക് ഈ പറയുന്ന ആന്റിജനും ആന്റിബോഡീസും നമ്മൾ RBCയിലും പ്ലാസ്മയിലായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഒരു പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ അയാൾക്ക് ആന്റിജൻ Aയും ഉണ്ടാവും, ആന്റിബോഡി Bയും ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ വേറൊരു എക്സാമ്പിൾ പറയാം. പേഴ്സൺ ബിന്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആണെങ്കിൽ അയാളുടെ ബോഡിയിൽ ആന്റിജൻ Bയും, നമുക്കൊരു പ്രോബ്ലം ഇതിൽ നിന്ന് എക്സാമിന് ചോദിക്കും, അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി പേഴ്സൺ ബിൻ്റെതാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് B ആണെങ്കിൽ ആന്റിജൻ Bയും ആന്റിബോഡി Aയും ആയിരിക്കും ഉണ്ടാവുക. ആന്റിബോഡി A. ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പോൾ എമർജൻസി ആയിട്ട് ബ്ലഡ് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ B എന്ന് പറയുന്ന പേഴ്സൺ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും മക്കളെ? ദാറ്റ് ഈസ് ഇയാളുടെ ബോഡിയിലുള്ള ആന്റിജൻ Aയും ആന്റിബോഡി Aയും തമ്മിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. കാരണം ഒരേപോലത്തെ ആന്റിജനെ നശിപ്പിക്കുന്ന ആന്റിബോഡിനെ വിളിക്കുന്ന പേരാണ് ആന്റിബോഡി A. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും, സിവിയർ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നിങ്ങൾ ഇതാണ്. അതായത് ബ്ലഡ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്മിഷന്റെ സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് ആന്റിജൻ ആന്റിബോഡി അല്ലെങ്കിൽ ഡോണർ ഈ റെസിപ്പിയന്റ് നിന്ന് അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഡോണറിൽ നിന്ന് ബ്ലഡ് വാങ്ങിക്കുമ്പോൾ, അതായത് ഡോണറിന് ഒരു ആന്റിജൻ ഉണ്ടാവും, അതേപോലെ തന്നെ റെസിപ്പിയന്റിന് ആന്റിബോഡി ഉണ്ടാവും. ഇത് തമ്മിൽ അവിടെ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്ത് ബ്ലഡ് കട്ട പിടിക്കാനുള്ള ചാൻസ് വരെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യണം. എപ്പോൾ? ബ്ലഡ് ട്രാൻസ്മിഷന്റെ സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഒരു ഹിൻസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, നമുക്കിവിടെ ഒരു കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കേണ്ടത്. ഹിന്റ് ഒന്നുമില്ല. ദാറ്റ് ഈസ് Aയും Bയും നമുക്ക് രണ്ട് ഗ്ലാൻഡാണ് തന്നേക്കുന്നത്. ഒരു ഗ്ലാൻഡും നമ്മുടെ ബോൺ മാരോ, A ബോൺ മാരോ, B ഗ്ലാൻഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ ലിംഫോസൈറ്റ് മെച്ചോർഡ് ഇൻ A ആൻഡ് B. നമുക്കറിയാം ബോൺ മാരോയില്, ദാറ്റ് ഈസ് ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന
ലിംഫോസൈറ്റ് ഏതാ മക്കളെ? നമുക്ക് ആ ബി നോക്കിയാൽ മതി. ഇവിടെ ഉണ്ടാവുന്നതാണ്, ദാറ്റ് ഈസ് ബി ലിംഫോസൈറ്റ്സ്. എന്താ വിളിക്കുക? ബി ലിംഫോസൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ തൈമസ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ദാറ്റ് ഈസ് ടി സ്റ്റാൻഡ്സ് ഫോർ, ദാറ്റ് ഈസ് ടി ലിംഫോസൈറ്റ്സ്. ബി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അവരെ ഫങ്ഷൻസ് ചെയ്താനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് പറയുന്നുണ്ട് മക്കളെ, നമ്മളെ ബോഡിയിൽ 2 ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ പറയുന്നുണ്ട് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നുണ്ട്. എന്താ ഈ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ഒരു പാത്തോജൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ പാത്തോജനെ മാത്രം കൊല്ലാൻ വേണ്ടി നമ്മളെ ബോഡിയിൽ WBC സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സർട്ടൺ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സർട്ടൺ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നമ്മളുടെ ബി ലിംഫോസൈറ്റ്സ്. സോ ബി ലിംഫോസൈറ്റ്സ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തൈമസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും മക്കളെ? തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? ഈ പാത്തോജനെ റെക്കഗ്നൈസ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. റെക്കഗ്നൈസ് ആൻഡ് ഡിസ്ട്രോയ് ദി പാത്തോജൻ ആൻഡ് ഓൾസോ നമ്മുടെ ക്യാൻസർ സെൽസിനെയും എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇതാണ് അവർ രണ്ടുപേരും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ബി ലിംഫോസൈറ്റ്സ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബി ലിംഫോസൈറ്റ്സിന് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടി ലിംഫോസൈറ്റ്സ് ആന്റിബോഡീസിന് വേണ്ടിയുള്ള പ്രിപ്പറേറ്ററി ഐറ്റംസ് എന്ത് ചെയ്യണം? കൊടുക്കണം. അതുകൊണ്ട് ടി ലിംഫോസൈറ്റിനെ ഹെൽപ്പർ സെൽസ് എന്നുള്ള ഒരു വാക്കും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ടി ലിംഫോസൈറ്റ്സിനെ ഹെൽപ്പർ സെൽസ് എന്ന് വിളിക്കാൻ കാരണം ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസിന് വേണ്ട പ്രിപ്പറേറ്ററി ഐറ്റംസ് എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ആര്? നമ്മുടെ ടി ലിംഫോസൈറ്റ്സ്. അതുകൊണ്ട് ടി ലിംഫോസൈറ്റ്സിനെ എന്തെന്നും കൂടി വിളിക്കും മക്കളെ? ഒന്ന് ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടി ലിംഫോസൈറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെൽപ്പർ സെൽസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Aisha's doctors advise her to take antifungal medicine. Name any 2 possible diseases and write any 1 symptom. നമുക്കറിയാം ആന്റിഫംഗൽ ഡിസീസ് നമുക്ക് 2 എണ്ണം ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് കനേഡിയാസിസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് റിംഗ് വോം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ എന്ത് ചെയ്യുക? സിംറ്റംസും കൂടി എഴുതി വെച്ചാൽ മതി. നമുക്കറിയാം റിംഗ് വോം എങ്ങനെയായിരിക്കും? നമുക്ക് റെഡ് റാഷസ് ഉണ്ടാവും, നല്ലൊരു ഇച്ചിങ് ആയിട്ടുള്ള സർക്കുലർ പോർഷനിലായിരിക്കും കാണാം. പിന്നെ അതേപോലെ തന്നെ കനേഡിയാസിസ് ആണെങ്കിൽ നമ്മൾ നാക്കിൽ എന്ത് ചെയ്യുന്നു? വൈറ്റ് പാച്ചസ് ആയിട്ട് നമുക്ക് നാക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 അസുഖങ്ങളുടെ പേര് പഠിക്കുക, സിംറ്റംസ് പഠിക്കുക. മക്കൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ ഈസിയാണ്. നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കി ഓരോ ഡിസീസുകൾ സെപ്പറേറ്റ് ആക്കി പഠിക്കുക. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയൽ ഡിസീസ്, ട്യൂബർക്യുലോസിസ് വരുന്നുണ്ട്, ലെപ്റ്റോസ്പൈറോസിസ് വരുന്നുണ്ട്. ആ അസുഖങ്ങളുടെ പേര് മാത്രം, അതിന്റെ പാത്തോജന്റെ പേര്, മോഡ് ഓഫ് ട്രാൻസ്മിഷന്, സിംറ്റംസ്. ഇതെല്ലാ ഡിസീസിന്റെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഫോർമാറ്റിൽ പഠിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് രീതിയിൽ നമുക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നമുക്കറിയാം ഫീവർ ഇസ് നോട്ട് എ ഡിസീസ്, ഇറ്റ് ഈസ് എ സിംറ്റംസ് അല്ലെ? പനി ഒരു അസുഖമായിട്ട് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്തത്, ബിക്കോസ് പനി ആദ്യം തന്നെ അതൊരു അസുഖത്തിന്റെ ലക്ഷണമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. അതുകൂടാതെ ഈ ഫീവറിന് വേറൊരു മെക്കാനിസവും കൂടി ഉണ്ട്. നമ്മുടെ ബോഡിയിൽ പാത്തോജൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അല്ലെ, ഈ പാത്തോജൻസിനായിട്ടും നമ്മൾ WBC വേഴ്സസ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റീസ് നമ്മൾ നല്ലൊരു ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫീവർ ഇസ് എ ഡിഫെൻസീവ് മെക്കാനിസം, ജസ്റ്റിഫൈ യുവർ സ്റ്റേറ്റ്മെന്റ് വിത്ത് 2 പോയിന്റ്സ്. അപ്പൊ 2 പോയിന്റ് ആക്കി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇതാക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇതേ റിലേറ്റഡ് ഫീവർ ഡിസീസ് അല്ല, സിംറ്റം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എഴുതാം. നമുക്കിവിടെ 2 ചുരുക്കി നമ്മൾ എഴുതിയാൽ മതി. എന്തിനാണ് നമ്മൾ ഫീവർ ഡിഫൻസ് മെക്കാനിസത്തിന് നമ്മൾ ഇത് യൂസ് ചെയ്യാം? നമുക്കറിയാം അല്ലെ, ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ആക്കാനും ക്വിക്ക് ആക്കാനും, പിന്നെ അതേപോലെ തന്നെ inhibit the growth of pathogens, enhance immunity. ഇതിനൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഫീവർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം. നമുക്കറിയാം ഫീവർ എങ്ങനെയാ വരാം? നമ്മൾ പൈറോജൻസ് WBC സെൽസ് എന്ത് ചെയ്യുന്നു? ആ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുന്നു. ഈ ടെമ്പറേച്ചർ കൂടുന്ന ഭാഗമായിട്ട് ഫാഗോസൈറ്റോസിസ് സ്പീഡിൽ നടക്കുന്നു, ജേംസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാത്തോജൻസിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ കൂട്ടിയ ടെമ്പറേച്ചർ പതുക്കെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ വേറെ രീതിയിലും ചോദിക്കാം. ഫീവർ ഈസ് നോട്ട് എ ഡിസീസ്, ഇറ്റ് ഈസ് എ സിംറ്റം ഓഫ് എ ഡിസീസ്. അങ്ങനെയും ചോദിച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ അല്ലേ? നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രാഹുൽ
want his wound stopped bleeding after few minutes. Name the process. Explain the role of fibrinogen. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ്. അതായത് ഇവിടെ എന്ത് പറയുന്നുണ്ട്, രാമുവിന് ഒരു വൂണ്ടിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബ്ലഡ് എന്ത് ചെയ്തു, കട്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു എക്സാമ്പിൾ നമുക്ക്, ഈ ഒരു പേഴ്സൺ ഇവിടെയാണ് വൂണ്ട് വന്നേക്കുന്നത്. ഈ വൂണ്ടിന്റെ അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു, ആ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, പ്ലേറ്റ്ലെറ്റ്സ് ഡാമേജ് ചെയ്തിട്ട് അവിടുന്ന് ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എൻസൈമിന്റെ പേരാണ് പ്രോത്രോംബിൻ. എന്താ വിളിക്കുക, പ്രോത്രോംബിൻ. സോറി, പ്രോത്രോംബിൻ അല്ല, ത്രോംബോപ്ലാസ്റ്റിൻ. മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ ഡാമേജ് ചെയ്ത അല്ലെങ്കിൽ ആ മുറിവ് വൂണ്ട് വന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തെ പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡാമേജ് ആവുന്നു. ആ ഡാമേജ് ആവുന്ന പ്ലേറ്റ്ലെറ്റ്സ് ഒരു എൻസൈമിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ എൻസൈമിന്റെ പേരാണ് എന്ത്, ത്രോംബോപ്ലാസ്റ്റിൻ. ക്ലിയർ ആണല്ലോ. ഈ ത്രോംബോപ്ലാസ്റ്റിന്റെ റോൾ എന്താ, നമ്മുടെ ബോഡിയിൽ, അതായത് ആ ഒരു റീജിയനിൽ പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് മോളിക്യൂളിനെ എന്താക്കി മാറ്റുന്നു, ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈമാക്കി മാറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ ബ്ലഡ് ക്ലോട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരാളാണ് ഫൈബ്രിനോജൻ. ഈ ഫൈബ്രിനോജനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, ഫൈബ്രിൻ ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം, ത്രോംബിൻ വേണം. ആര് വേണം, ത്രോംബിൻ വേണം. ഈ ഫൈബ്രിൻ ആണ് ആ മുറിവ് വന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഒരു വല പോലത്തെ, ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പോലത്തെ സ്ട്രക്ചർ അവിടെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു എലോങ് വിത്ത് RBC. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, മുറിവ് വന്ന സ്ഥലത്ത് ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫൈബ്രിൻ. ഈ ഫൈബ്രിൻ അവിടെ എന്ത് ചെയ്യുന്നു, RBCയുമായി ഫോം ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നു, ക്ലോട്ട് ഫോം ചെയ്യുന്നു. മക്കൾ, ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിതൊരു പാരഗ്രാഫ് ഫോർമാറ്റിലാണ് തന്നേക്കുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് പഠിക്കാം. കാരണം എക്സാംസിന് ഈ ഒരു ഫോർമാറ്റിനെ ചോദിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരെന്താ, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. നമുക്കറിയാം ഫൈബ്രിന്റെ റോൾ എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയാ ഹെൽപ്സ് ടു, ഫൈബ്രിന്റെ റോൾ എന്താ, ഈ പറയുന്ന വൂണ്ടില് ഫൈബ്രിൻസ് ഫോം ചെയ്യും. ഈ ഫൈബ്രിൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈബ്രിനോജൻ എന്ത് ചെയ്യണം, ഫൈബ്രിനാക്കി കൺവേർട്ട് ചെയ്യാൻ ത്രോംബിൻ വേണം. ഈ ത്രോംബിൻ വേണമെന്നുണ്ടെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ എന്തായി കൺവേർട്ട് ചെയ്യണം, ത്രോംബിനാക്കി കൺവേർട്ട് ചെയ്യണം. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, നമ്മളുടെ ത്രോംബോപ്ലാസ്റ്റിൻ. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എവിടുന്ന വരാം, ഡാമേജ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നാണ് ആ ത്രോംബോപ്ലാസ്റ്റിൻ വരാം. അപ്പൊ ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ നോക്കി മക്കളെ, ഇത് വെച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫൈബ്രിൻ? ഫൈബ്രിൻ എന്താ ഹെൽപ്പ് ചെയ്യുക, ബ്ലഡ് ക്ലോട്ടിങ് ഫോം ചെയ്യാൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആ വൂണ്ടിൽ ഫോം ചെയ്യുന്നു. അവിടെയാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് വൺ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. കറക്റ്റ് പെയറിനെ നമുക്കറിയാം, ENT എന്താ, ട്രീറ്റ്മെന്റ് ഓഫ് ഐസ് ആണോ? അല്ല, തെറ്റാണ്. കാർഡിയോളജി, ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട്, കറക്റ്റ് ആണ്. ഒഫ്തമോളജി, ദാറ്റ് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഐൻ്റെതാണ്. സോ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഏതാ, ഓങ്കോളജിയാണ്. സോ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്, പെയർ ആയിട്ട് വരുന്നത് കാർഡിയോളജി, ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് എക്സാമിന് എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്ക് ആന്റിജൻ ആന്റിബോഡി ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സിന്റെ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന പേഴ്സൻ്റെതും വൈ എന്ന് പറയുന്ന പേഴ്സണും. ഓക്കെ, ഈ ചാർട്ട് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കാം. ആന്റിജൻസ് ഏതാണോ, ആന്റിജൻസ് ഒരു ക്ലൂ ആണ്. ആന്റിജൻസ് ഏതാണോ അതായിരിക്കും അവരുടെ ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? അതായത് ആന്റിജൻസ് ഇവിടെ ബി ആണ് തന്നേക്കുന്നത്, എയും തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുന്ന പേഴ്സൻ്റെത്, എക്സ് എന്ന് പറയുന്ന പേഴ്സൻ്റെ ആന്റിജൻ എയും വൈ എന്ന് പറയുന്ന പേഴ്സൻ്റെത് ആന്റിജൻ ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ആൻഡ് വൈ പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ, എ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റേത് ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇത് ആന്റിജൻസ് ആണെങ്കിൽ ഇവരുടെ ബോഡിയിൽ ഇതൊന്ന് ഓർത്തിരിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് പഠിക്കുക. ആന്റിബോഡി ബി ആയിരിക്കും എ ബ്ലഡ് ഗ്രൂപ്പിനും, ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് ആൾക്ക് ആന്റിബോഡി എയും ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഐഡന്റിഫൈ ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദി പേഴ്സൺ. ഏതായിരിക്കും? എ പേഴ്സൺ, എക്സ് എന്ന് പറയുന്ന പേഴ്സണ് ആന്റിജൻ ബി ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പേഴ്സൻ്റെത് ദാറ്റ് ഈസ് ബ്ലഡ് ഗ്രൂപ്പ് ബിയും, വൈ എന്ന് പറയുന്ന പേഴ്സൻ്റെത് എയും ആയിരിക്കും. ഓക്കെ അല്ലേ? ഒന്ന് കറക്റ്റ് ആക്കി എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എക്സ് എന്ന് പറയുന്ന പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ, ബി ആണ്. വൈ എന്ന് പറയുന്ന പേഴ്സന്റെ ആന്റിജൻ എ ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എന്താ, എ ആണ്. ആന്റിജൻ ഏതാണോ അത് തന്നെ ആയിരിക്കും അയാളുടേതും ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അവർ ആന്റിബോഡീസ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ദാറ്റ് ഈസ് ആന്റിബോഡി ബി ആണെങ്കിൽ ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി എയും, ഇനി ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബിയും ആയിരിക്കും ആ ഗ്രൂപ്പ്സുകളിൽ ഉണ്ടാവുക.
ഇതൊന്ന് ആദ്യം എഴുതി വെക്കാം. ഇനി ക്യാൻ വൈ റിസീവ് ബ്ലഡ് ഫ്രം എക്സ്? ക്വസ്റ്റ്യൻ ഇതാണ്. വൈ പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. ഈ എ വൈ എന്ന് പറയുന്ന പേഴ്സൺ, ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്ന പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ കയ്യിൽ നിന്ന് ഇയാൾക്ക് ബ്ലഡ് വാങ്ങിക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മക്കളെ നമുക്ക് ഡയറക്റ്റ് തന്നെ മനസ്സിലാക്കാം, ആന്റിജൻ ആന്റിബോഡി ഒരേപോലെ വരാൻ പാടില്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ എനിക്ക് ആന്റിജൻ എയും ഉണ്ട്, അതിന്റെ തന്നെ ആന്റിബോഡി ബി ആണ് ഉണ്ടാവുക. ഒരേ ആന്റിജൻ ആന്റിബോഡി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് തമ്മിൽ എന്ത് ചെയ്യുന്നു, കട്ട പിടിച്ച് ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടായി. ഈവൻ അത് സീരിയസ് കണ്ടീഷൻസ് വരെയാവും. ഇതൊരു നാച്ചുറലി നമ്മളുടെ പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ, അതായത് ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് റെസിപ്പിയന്റ്, കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഡോണർ. അപ്പൊ ഡോണറിന് ഒരു ആന്റിജൻ ഉണ്ടാവും, റെസിപ്പിയന്റ് ഒരു ആന്റിബോഡി ഉണ്ടാവും. ഇത് തമ്മിൽ സെയിം ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇവ തമ്മിൽ റിയാക്ട് ചെയ്ത്, ദാറ്റ് ഈസ് ആന്റിജൻ ആന്റിബോഡി ഓഫ് ഡോണർ റെസിപ്പിയന്റ് തമ്മിൽ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള് ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വാങ്ങിക്കാൻ പറ്റില്ല. അതിന് കാരണവും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കയ്യിൽ സേഫ് ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഈ അതായത് ആന്റിജൻ ആന്റിബോഡീസ് സെയിം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഗ്രൂപ്പ്സുകൾ തമ്മിൽ ആന്റിജൻസ് ആന്റിബോഡി റിയാക്ട് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ബ്ലഡ് ഗ്രൂപ്പും അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കൂടി അവിടെ ഫോം ചെയ്യുന്നു. രക്തം കട്ട പിടിച്ച് സീരിയസ് കണ്ടീഷൻസ് വരെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ നേരത്തെ ബ്ലഡ് ക്ലോട്ടിങ് പഠിച്ചപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായി അല്ലെ? ആ റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് നോക്കിയേക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വായിച്ചു പോവാം. പ്രോത്രോംബിൻ എന്താക്കി കൺവേർട്ട് ചെയ്തു? ത്രോംബിൻ. അതിന് ആരാ ഹെൽപ്പ് ചെയ്യുക? ത്രോംബോപ്ലാസ്റ്റിൻ. ഇനി ഹൗ ഡസ് ദിസ് എൻസൈം ഇസ് പ്രൊഡ്യൂസ്? ഈ എൻസൈം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക? നമുക്കറിയാം, ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ നിന്നും പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നുമാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? നമ്മളുടെ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ദ സബ്സീക്വന്റ് പ്രോസസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്? മക്കളെ നമ്മൾ ആദ്യത്തെ ലൈൻ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണ് ബാക്കി ലൈൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അല്ലേ? ഈ പറയുന്ന ഫൈബ്രിനോജൻ ഇസ് കൺവേർട്ടഡ് ഇൻടു ഫൈബ്രിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഏത്? ത്രോംബിൻ. ഈ ത്രോംബിൻ എങ്ങനെ ഫോം ചെയ്യുക? പ്രോത്രോംബിൻ ഇസ് കൺവേർട്ടഡ് ഇൻടു ത്രോംബിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ത്രോംബോപ്ലാസ്റ്റിൻ. ഈ ഒരു സീക്വൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ എഴുതി വെക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സി പ്രോസസ് നോക്കാം. ദാറ്റ് ഈസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ why this process is called a defense mechanism? മക്കളെ നമ്മൾ ആദ്യം പഠിക്കുന്നുണ്ട് ഡിഫൻസ് മെക്കാനിസം ആണ് ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ബ്ലഡ് ക്ലോട്ടിങ്ങും എന്താ? ഡിഫൻസീവ് മെക്കാനിസമാ. കാരണം നമുക്കറിയാം അവിടെ ഒരു വൂണ്ട് വരുന്നുണ്ട് അല്ലെ? ഈ വൂണ്ടിലൂടെ എന്ത് കയറുന്നുണ്ട്? ജേംസ് കയറുന്നുണ്ട്. നമ്മുടെ രക്തം പോകുന്ന അനുസരിച്ച് ഉള്ളിലേക്ക് എന്ത് കയറുന്നുണ്ട്? ജേംസ് കയറുന്നുണ്ട്. ആ ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനും ജേംസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുമാണ് എന്ത് പ്രോസസ് ഹെൽപ്പ് ചെയ്യുക? ബ്ലഡ് ക്ലോട്ടിങ് ഹെൽപ്പ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതുകൊണ്ടിട്ട് ആ സി ക്വസ്റ്റ്യൻ ആൻസറും കൂടി എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് എഴുതാം. ക്ലിയർ അല്ലേ മക്കളെ? നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ബാക്ടീരിയൽ ഡിസീസ്. മക്കളെ നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് പാത്തോജൻസ്. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം ഇസ് നോൺ ആസ് പാത്തോജൻസ്. ഏതൊക്കെ പാത്തോജൻസ് ആണ് നമുക്കുള്ളത്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, ഹെൽമിന്ത് ഉദ്ദേശിക്കുന്ന വോംസ്. അത് ഈ 5 ആൾക്കാരെ പേര് എഴുതിയിട്ട് ഈ 5 ആൾക്കാർ കോസ് ചെയ്യുന്ന അസുഖങ്ങളുടെ പേരും കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ബാക്ടീരിയൽ ഡിസീസ്. കണ്ട ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ബാക്ടീരിയൽ ഡിസീസ്? നമുക്ക് 2 ബാക്ടീരിയൽ ഡിസീസേ പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് ട്യൂബർക്യുലോസിസും റാറ്റ് ഫീവറും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ട്യൂബർക്യുലോസിസ് അല്ലെങ്കിൽ റാറ്റ് ഫീവറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇവിടെ സിംറ്റംസ് തന്നിട്ടുണ്ട്, അത് ഏത് അസുഖം എന്ന് കണ്ടുപിടിച്ചാൽ മതി മക്കളെ. പെർസിസ്റ്റന്റ് കഫ് മോർ ദാൻ 2 വീക്സ്, നിർത്താതെ 2 ആഴ്ച ചുമക്കുന്നു. ബ്ലഡ് സ്പ്യൂട്ടം, കഫത്തില് ബ്ലഡിന്റെ എന്ത് ചെയ്യുന്നു? സ്പോട്ട് കാണാൻ പറ്റുന്നു. ഏതായിരിക്കും ആ ഡിസീസ്? ഡയറക്റ്റ് നമുക്ക് അറിയാലോ, ദാറ്റ് ഈസ് ട്യൂബർക്യുലോസിസ്. ഏതാണ് അസുഖം? ട്യൂബർക്യുലോസിസ്. അത് കോസ് ചെയ്യുന്ന പാത്തോജന്റെ പേരെന്താ? പാത്തോജന്റെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. മക്കളെ സ്പെല്ലിംഗ് തെറ്റാതെ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പേരും സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എന്ത് എഴുതി വെക്കാം? ട്യൂബർക്യുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന് പറയുന്ന പാത്തോജൻ ആണ് TB കോസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദ മെഷർ ദാറ്റ് കുഡ് ബി ടേക്കൺ ഫോർ പ്രിവെന്റ് ദി ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റിന് നമുക്കറിയാം ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും.
ബാക്ടീരിയക്ക് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ്. ബാക്ടീരിയ മൂലം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം BCG വാക്സിൻ അല്ലെ, BCG വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ട്യൂബർക്ലോസിന്റെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ്, ദാറ്റ് ഇസ് ഡോട്ട്സ് എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സും നമുക്ക് ലോങ് ടേം എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമുക്കറിയാം നോർമൽ ഒരു ലെഗ് അതെന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വെല്ലൻ ആയിട്ടുണ്ട്. ഇതൊരു അസുഖമാണിത് അല്ലെ. ഇറ്റ് ഇസ് ലുക്സ് ലൈക്ക് എൻ എലിഫന്റ് ലെഗ്. ഒരു ആനന്റെ കാല് പോലെ ആയിരിക്കും ഈ അസുഖം വന്നിലിരിക്കുക. അതുകൊണ്ട് ഈ അസുഖത്തിന് വേറൊരു കോമൺ നെയിം കൂടി ഉണ്ട്, ദാറ്റ് ഇസ് എലിഫന്റിയാസിസ് എന്നും കൂടി ഈ അസുഖത്തിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഈ അസുഖത്തിന്റെ ഒരു ഓപ്പോസിറ്റ് നെയിം പഠിച്ചു വെക്കുക, ദാറ്റ് ഇസ് എലിഫന്റിയാസിസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഡിസീസാണ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ അസുഖത്തിന്റെ പേരാണ് എന്ത്, ഫിലേരിയാസിസ്. എന്താ വിളിക്കുക? ഫിലേരിയാസിസ്. ഇത് കോസ് ചെയ്യുന്ന പാത്തജന്റെ പേരെന്താ? ഇത് കോസ് ചെയ്യുന്ന പാത്തജന്റെ പേരെന്താ മക്കളെ? ഫിലേരിയൽ വോം. എന്താ വിളിക്കുക? ഫിലേരിയൽ വോം. ഓക്കെ, ഇനി ഈ അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് അല്ലെ? നെയിം ദ വെക്ടർ, നെയിം ദ വെക്ടർ കോസ് ദിസ് ട്രാൻസ്മിഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് കോസ്. ഈ അസുഖം പടർത്തുന്ന അല്ലെങ്കിൽ അസുഖം പടർത്തുന്ന ആളെ വിളിക്കുന്ന പേരെന്താ? നമുക്കറിയാം ഈ അസുഖം പടർത്തുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്, ദാറ്റ് ഇസ് ഫീമെയിൽ ക്യുലസ് മൊസ്കിറ്റോ. അതാണ് ഫീമെയിൽ ക്യുലസ് മൊസ്കിറ്റോ. ഫീമെയിൽ ക്യുലസ് മൊസ്കിറ്റോ. ഓക്കെ, ഈ മൊസ്കിറ്റോ എന്ത് ചെയ്യുന്നു, ഈ മൊസ്കിറ്റോന്റെ മൗത്തിൽ അല്ലെങ്കിൽ ഈ മൊസ്കിറ്റോന്റെ ലാർവ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എടുത്ത് പറയുന്നതിന്റെ അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്. ഈ മൊസ്കിറ്റോയില് മൗത്തിൽ ഉണ്ടാകുന്ന ഈ ലാർവ അല്ലെങ്കിൽ മൊസ്കിറ്റോന്റെ ഈ പാത്തജൻ നേരെ എന്ത് ചെയ്യുന്നു, ഫിലേരിയൽ വോമിന്റെ ലാർവ നേരെ നമ്മുടെ ബ്ലഡിലേക്ക് ചെന്ന് നേരെ അത് എന്ത് ചെയ്യുന്നു, ലിംഫിലേക്ക് ചെല്ലുന്നു. ബ്ലഡിൽ നിന്നും ലിംഫ്, നമ്മൾ ബ്ലഡ് ഒഴുകുന്ന പോലെ തന്നെ ഒഴുകുന്ന ഒരാളാണ് ആര്, ഈ ലിംഫ്. ഓക്കെ, ഈ ലിംഫിൽ ചെന്ന് ലിംഫിന്റെ വെസൽസിൽ ഈ പറയുന്ന പോയി അവർ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുക, ബ്ലഡ് ഫ്ലോ അല്ലെ, നമ്മളെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നു അവിടെ, സോറി ബ്ലഡ് ഫ്ലോ അല്ല, ലിംഫ് ഫ്ലോ. ലിംഫിന്റെ ഫ്ലോ നമ്മൾ അരക്ക് കീപ്പോട്ടായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ലിംഫ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് താഴത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ബ്ലോക്കേജ് ഉണ്ടാവുന്നു. ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ലെഗ്സിലും ആംസിലും അതേപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലും വിളിക്കുന്ന പേരാണ് ജെനിറ്റൽ ഓർഗൻസ്. എന്താ വിളിക്കുക, ജെനിറ്റൽ ഓർഗൻസ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വെല്ലൻ ആയിട്ട് വരുന്നു. ഇതാണ് ആ മൊസ്കിറ്റോ മൂലം ഉണ്ടാക്കുന്ന കോസ്. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദാറ്റ് ഇസ് ഈ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. ഈ ഡിസീസസിന്റെ സിംറ്റംസ് എന്തൊക്കെയാ? നമുക്കറിയാം നല്ല രീതിയിൽ കാൽ എന്ത് ചെയ്യുന്നു, സ്വെല്ലായി വരുന്നു. ദാറ്റ് ഇസ് സ്വെല്ലിംഗ് ഓഫ് ലെഗ്സ്, ആംസ്, ജെനിറ്റൽ ഓർഗൻസ്. അതാണ് ഇതിന്റെ സിംറ്റംസ്. കോസ് നിങ്ങൾ എഴുതുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് എഴുതാ. ഈ പറയുന്ന ഫീമെയിൽ ക്യുലസ് മൊസ്കിറ്റോ എന്ത് ചെയ്യുന്നു, നമ്മളെ ലിംഫിൽ ചെന്ന് ബൈറ്റ് ചെയ്ത് ആ ലാർവ അവിടെ ചെന്ന് ബ്ലോക്ക് ആക്കി ലിംഫിന്റെ ഫ്ലോ അവിടെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ പോർഷൻസ് എന്താവുന്നു, ഏതൊക്കെ, ലെഗ്സ്, ആംസ്, അതേപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസ് എന്താവുന്നു, ബ്ലോക്കായി സ്വെൽ ചെയ്ത് വരുന്നു. ക്ലിയർ അല്ലേ മക്കളെ? സജസ്റ്റ് എനി ടു പ്രിവെൻഷൻ ഓഫ് ദി സ്പ്രെഡ് ഓഫ് ദി ഡിസീസ്. മക്കളെ, ഈ അസുഖം പടർത്തുന്ന ആളാരാ അല്ലെ? ഈ അസുഖം പടർത്തുന്ന ആളാണ് നമ്മളുടെ മോസ്കിറ്റോസ്. ഈ മോസ്കിറ്റോനെ വിളിക്കുന്ന പേരാണ് വെക്ടർ എന്നും കൂടി വിളിക്കും. കാരണം അസുഖങ്ങൾ പടർത്തുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ മോസ്കിറ്റോ എന്തായിട്ട് ആക്ട് ചെയ്യും, വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മോസ്കിറ്റോസിനെ പ്രിവെന്റ് ചെയ്യാനോ, മോസ്കിറ്റോസിനെ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളൊരു എന്താ പറയാ ഡ്രൈ ക്ലീൻ ഡേ നമ്മൾ എന്ത് ചെയ്യാം, ഇതാക്കാം. അതേപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഈ പറയുന്ന സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാം. പോൺസിലൊക്കെ ആണെങ്കിൽ ഈ മോസ്കിറ്റോസ് ഒക്കെ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ഈ പറയുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താ ഈ പറയുന്ന ബയോളജിക്കൽ പെസ്റ്റ്, നമുക്ക് ഫിഷസിനെ, ഫ്രോഗിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്കിറ്റോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നെറ്റ്സ് യൂസ് ചെയ്യാം, സ്പ്രേ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന മോസ്കിറ്റോസിന്റെ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ അസുഖം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ അസുഖത്തിന്റെ പ്രിവെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോസ്കിറ്റോസിന്റെ അല്ലെങ്കിൽ വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ആനിമൽസിനും ഹ്യൂമൻസിനും മാത്രമല്ല ഡിസീസ് പഠിക്കാനുള്ളത് അല്ലെ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിനും എന്ത് ചെയ്യുന്നു, കുറെ അസുഖങ്ങൾ പ്ലാന്റ്സിൽ വരുന്നത്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് സം ഓഫ് ദ ഡിഫൻസ് മെക്കാനിസം പ്ലാന്റ്സ് ആർ ഗിവൻ ബിലോ. ഇതൊക്കെയാന്ന് നോക്കിയാൽ ABC, ദാറ്റ് ഈസ് കാലോസ്, ക്യൂട്ടിക്കിൾ, ബാർക്ക് അല്ലെ. ഇതൊരു മരത്തിൽ കാണുന്ന
മരത്തില് പാർട്സ് ആണ് ഈ പറയുന്ന കാലോസ്, അതേപോലെ തന്നെ ക്യൂട്ടിക്കിൾ, പിന്നെ അതേപോലെ തന്നെ ബാർക്ക്. ഇവരുടെ 3 ഫംഗ്ഷൻ ജസ്റ്റ് എഴുതിയാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനം ഇത് പറയുന്നുണ്ട് ഈ 3 ആൾക്കാരുടെ റോൾ എന്താന്ന് എഴുതാ. മക്കളെ, കാലോസിന്റെ റോൾ എന്താ? കാലോസിന്റെ റോളാണ് prevent the germs crossed the cell wall entering the സെൽ മെമ്പർ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് പറയുന്നതാണ് നമ്മളുടെ ഈ പറയുന്ന ജേംസിനെ ക്രോസ് വരുന്ന സെൽ വാളിലൂടെ കയറി വരുന്ന ജേംസിനെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കാലോസ്. പിന്നെ അതേപോലെ തന്നെ ക്യൂട്ടിക്കിൾസിന്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയാം. ഈ ചേമ്പിലേലിന്റെ ഒക്കെ പുറത്തൊക്കെ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടാവും. ഈ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കുറെ ജേംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്നുള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. പ്രിവെന്റ് ദി എൻട്രി ഓഫ് ദി ജേംസ് ഇൻ ടു ദി പ്ലാന്റ്സ്. അതാണ് എന്തിന്റെ ഫംഗ്ഷൻസ്, ക്യൂട്ടിക്കിൾസിന്റെ. അതേപോലെ തന്നെ വന്ന വേറെ 3ാമത്തെ എക്സാമ്പിൾ ആണ്, ദാറ്റ് ഇസ് ബാർക്ക്. ബാർക്കിന്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയാം, മരത്തടി. ദാറ്റ് ഈസ് ഇതിൽ ഈ നമ്മുടെ പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള സെൽസുകളെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതേപോലെ തന്നെ ജേംസിനുള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആര്, ബാർക്ക്. മക്കളെ 3 ടേംസ് കൂടി പഠിക്കുക. ദാറ്റ് ഈസ് പ്ലാന്റ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഡിഫെൻസീവ് മെക്കാനിസം 3 നമുക്ക് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ഒന്ന്, അവർക്ക് കാലോസ് എന്ന് പറയുന്ന ഒരു പോളിസാക്രൈഡ് ഉണ്ട്. 2, അവർക്ക് എന്തുണ്ട്, വാക്സി കോട്ടിംഗ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ട്. 3ാമത്തതാണ് അവരുടെ ബാർക്ക്. ഓക്കെ, ഇതിന്റെ 3ന്റെ ഫംഗ്ഷൻസ് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ വേർഡ്സിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഒരു അസുഖത്തിന്റെ. മക്കളെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ സിംറ്റംസ് തരും, അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് തരും. അത് ഏത് അസുഖം എഴുതാൻ പറയും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈവൻ എ സ്മോൾ വൂണ്ട് കോസ് എക്സസീവ് ബ്ലീഡിങ് അല്ലെ. ഒരു ചെറിയ മുറിവുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ നിർത്താതെ ബ്ലഡ് പോകുന്നു. അതൊരു അസുഖമാണത് അല്ലെ. അത് ഏത് ടൈപ്പ്, അത് എല്ലാവർക്കും കോമൺ ആയിട്ടാണെന്ന് അസുഖമല്ല. ഇതൊരു പാരമ്പര്യമായിട്ടുള്ളൊരു അസുഖമാണ്. ഈ അസുഖത്തിന് നമുക്കൊരു പേര് വിളിക്കാം, ദാറ്റ് ഈസ് ഹെറിഡിറ്ററി ഡിസീസ്. ഇതെന്ത് അസുഖമാണ്? ഹെറിഡിറ്ററി ഡിസീസ്. നമുക്ക് 2 എണ്ണമാണ് അവിടെ പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയും, 2 നമുക്ക് പഠിക്കാനുള്ളത് ഹീമോഫീലിയ. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു മുറിവിലൂടെ നിർത്താതെ പോകുന്ന അസുഖത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ദിസ് ഡിസീസ് ഇസ് നോൺ ആസ് ഹീമോഫീലിയ. എന്താ വിളിക്കുക? ഹീമോഫീലിയ. ഈ ഹീമോഫീലിയന്റെ സിംറ്റം ആണ് ഇവിടെ തന്നേക്കുന്നത്. ഈവൻ ഒരു ചെറിയൊരു മുറിവുണ്ടെങ്കിൽ പോലും നിർത്താതെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അസുഖത്തിന്റെ വേറൊരു പേരും കൂടി നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, ബ്ലീഡേഴ്സ് ഡിസീസ്. എന്താ വിളിക്കുക? ബ്ലീഡേഴ്സ് ഡിസീസ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. വാട്ട് ഇസ് ദി കോസ് ഓഫ് ദി ഡിസീസ്? ഈ അസുഖം വരാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം എല്ലാ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാ മക്കളെ? ജീൻ അല്ലേ. അപ്പൊ നമ്മളെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യണം. കാരണം ഇത്ര മിനിറ്റ്സിനുള്ളിൽ, മാക്സിമം 5 to 7 മിനിറ്റ്സിനുള്ളിൽ ഒരു മുറിവുണ്ടെങ്കിൽ ആ ബ്ലഡ് കട്ട പിടിക്കുന്ന ടൈം മാക്സിമം 5 to 7. ഇതിനുള്ളിൽ ബ്ലഡ് എന്ത് ചെയ്യണം? അവിടെ ഫൈബ്രിൻസ് ഫോം ചെയ്ത്, ഫൈബ്രിന്റെ റോൾ അതാ, ഫൈബ്രിൻസ് ഫോം ചെയ്താൽ മാത്രമേ ബ്ലഡ് ക്ലോട്ട് അവിടെ ഉണ്ടാവുള്ളൂ. 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആയില്ലെങ്കിൽ ദിസ് ഇസ് നോൺ ആസ് ഹീമോഫീലിയ. അപ്പൊ എക്സാമിന് ഇങ്ങനെയും ചോദിക്കാം. ഈവൻ ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ് നടന്നില്ലെങ്കിൽ ഒരു അസുഖം വരും. ആ അസുഖത്തിന്റെ പേരെന്താ? ഹീമോഫീലിയ. ഓക്കെ, നമുക്കറിയാം ഈ ബ്ലഡ് ക്ലോട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ബോഡിയിൽ ഒരു ജീൻ ഉണ്ട്. ഓക്കെ, ഈ ജീൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രോട്ടീനസ്. ജീൻ നമുക്ക് എന്താ, ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന എന്തായിട്ടാ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ജീൻ എന്തായിട്ടാ എക്സ്പ്രസ് ആയ? പ്രോട്ടീൻ ആയിട്ടാ. സോ ഈ പ്രോട്ടീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈവൻ നമ്മളുടെ ഈ പറയുന്ന പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ട്. ഈ ജീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യില്ല? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യില്ല. സോ ആ കോസ് എഴുതേണ്ട നിങ്ങൾ എന്താ എഴുതേണ്ടത്? ആ പറയുന്ന പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രോട്ടീന്റെ ഡിഫക്റ്റ് മൂലമാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് തരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് എ പേഴ്സൺ ഈസ് ഇൻജൂർഡ് ടു സേവ് ഹിസ് ലൈഫ്? ഇനി ഈ ഹീമോഫീലിയ ഉള്ള പേഴ്സൺ ആണെങ്കിൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ പോലും ഈ നിർത്താതെ ബ്ലഡ് പോകുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഡയറക്റ്റ് അയാൾ എന്തിലേക്ക് കൊണ്ടുപോവാ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ മക്കളെ, ഈ പേഴ്സണിന് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഫാക്ടേഴ്സ് ഇല്ല, ദാറ്റ് ഈസ് ബ്ലഡ് ക്ലോട്ടിങ് പ്രോട്ടീൻസ് ഇല്ല. അപ്പൊ തൽക്കാലം ടെമ്പററി ആയിട്ട് എന്ത് കൊടുക്കുക? ടെമ്പററി ആയിട്ടുള്ള പ്രോട്ടീൻസ് സപ്ലിമെന്റ്സ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് എന്ത് ചെയ്യാം? ഇഞ്ചെക്ട് ചെയ്യാം. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ, ബ്ലഡ് ക്ലോട്ട് വരാത്ത കൊണ്ടിട്ടാണ് ഈ അസുഖം വരുന്നത്.
ഈ ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാനുള്ള റീസൺ ആ പറയുന്ന പേഴ്സൺ എന്തില്ല, ബ്ലഡ് ക്ലോട്ടിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തൽക്കാലമായിട്ട് ആ പേഴ്സന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറയുന്ന പ്രോട്ടീൻസ് തൽക്കാലം മീൻസ് കംപ്ലീറ്റ് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റില്ലെങ്കിലും ടെമ്പററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രോട്ടീൻസ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ സേവ് ഹിസ് ലൈഫ്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Many voluntary organisms are involved in our society for better care and cancer patients. മക്കളെ ക്യാൻസർ റിലേറ്റഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ക്യാൻസർ ഒരു അസുഖമാണ്, പക്ഷേ ഇത് സാധാരണ പോലെ പടരുന്ന അസുഖങ്ങളല്ല. ദാറ്റ് ഈസ് ഇറ്റ് നോൺ കണ്ടേജിയസ് ഡിസീസാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അക്വേർഡ് ഡിസീസ് രണ്ടായിട്ട് തരംതിരിക്കാം. ദാറ്റ് ഈസ് പടരുന്ന അസുഖങ്ങളെ വിളിക്കുന്ന പേരാണ് കണ്ടേജിയസ് ഡിസീസും, മറ്റേത് പടരാത്ത അസുഖങ്ങളെ വിളിക്കുന്ന പേരാണ് നോൺ കണ്ടേജിയസ് ഡിസീസസ്. അതിൽ വന്ന ഒരാളാണ് ആര്, ക്യാൻസർ. ഓക്കെ, അപ്പൊ ക്യാൻസർ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ വാട്ട് ഈസ് ക്യാൻസർ, ഹൗ ദി ക്യാൻസേഴ്സ് ആർ സ്പ്രെഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡി. നമുക്കറിയാം ക്യാൻസർ എന്താ, അൺകൺട്രോൾ. സാധാരണ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകണം. പെട്ടെന്ന് ഈ ഡിവിഷൻ എന്തായി പോയി, അൺകൺട്രോൾഡ് ആയിട്ട് സെൽസുകൾ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അൺകൺട്രോൾഡ് ഡിവൈഡിനുള്ള റീസൺസ് ചിലപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, വൈറൽ ഇൻഫെക്ഷൻസ് ആവാം, റേഡിയേഷൻസ് ആവാം. ഇതൊക്കെ മൂലം കൊണ്ട് ക്യാൻസർ സെൽസ് അല്ലെങ്കിൽ സെൽസുകൾ അൺകൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അൺകൺട്രോൾഡ് ഡിവൈഡ് ചെയ്യുന്ന സെൽസുകളെ വിളിക്കുന്ന പേരാണ് ക്യാൻസർ സെൽസ്. എന്താ വിളിക്കുക മക്കളെ, ക്യാൻസർ സെൽസ്. ഈ ക്യാൻസർ സെൽസ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പാസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബ്രെയിനിൽ ഒരു ക്യാൻസർ ഉള്ള പേഴ്സൺ ആണെങ്കിൽ അറ്റ് എ ടൈം ആ ബ്രെയിനിൽ നേരെ സ്കിന്നിലേക്ക് വരാം, അല്ലെങ്കിൽ വേറെ ഓർഗൻസിലേക്ക് എഫക്ട് ചെയ്യാം. എപ്പോഴും അതെങ്ങനെയാണ് സ്പ്രെഡ് ആവുക, ക്യാൻസേഴ്സ് എപ്പോഴും സ്പ്രെഡ് ആവുന്നത് ത്രൂ ബ്ലഡിലൂടെ ആവാം, ത്രൂ ലിംഫിലൂടെ ആവാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ബ്ലഡും ദാറ്റ് ഇസ് ലിംഫ്, ദാറ്റ് ഇസ് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ആയിരിക്കും ഈ പറയുന്ന ക്യാൻസേഴ്സ് എന്ത് ചെയ്യുക, സ്പ്രെഡ് ആവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു നോർമൽ സെൽസ് ബിക്കം ക്യാൻസർ സെൽസ്? അല്ലെ, ഒരു നോർമൽ സെൽ എങ്ങനെ ക്യാൻസർ സെൽ ആവാ? നോർമൽ സെൽസ് എന്ത് ചെയ്യുന്നു, കൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെ, കൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്ന നോർമൽ സെൽസ് പെട്ടെന്ന് എന്താവുന്നു, അത് അൺകൺട്രോൾഡ് ആയിട്ട് മാറുന്നു. എന്തായിരിക്കും? ബിക്കോസ് ചിലപ്പോൾ ഈ പറയുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, റേഡിയേഷൻസ് കൊണ്ടിട്ടാവാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടിട്ടാവാം. ഇതൊക്കെ മൂലം കൊണ്ടിട്ടായിരിക്കും നോർമൽ സെൽസ് എന്തായിട്ട് മാറുക, ക്യാൻസർ സെൽസ് ആവാനുള്ള റീസൺസ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആവാം. ക്യാൻസർ ഒക്കെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ കഴിക്കുന്ന ഈറ്റിംഗ് ഹാബിറ്റ് ആയിട്ട് അത് ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്യാൻസേഴ്സും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, നോർമൽ സെൽ എങ്ങനെയാണ് ക്യാൻസർ സെൽ ആവുക? അപ്പൊ നിങ്ങൾ അവിടെ എഴുതേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മൂലങ്ങളാവാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റാറ്റ്സിന്റെ ഇതാവാം, പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ആവാം, ഈവൻ റേഡിയേഷൻസിലൂടെ ആവാം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി മെൻഷൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ക്യാൻസേഴ്സ് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആവുള്ളത്? നമ്മൾ കോമൺലി കേൾക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ദാറ്റ് ഇസ് കീമോ, അല്ലെ, കീമോതെറാപ്പി. കീമോതെറാപ്പി മീൻസ് റേഡിയേഷൻസ് അവിടെ യൂസ് ചെയ്യും. ഈ റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് ക്യാൻസറസ് സെൽസിനെ എന്ത് ചെയ്യുന്നു, കരിയിപ്പിച്ച് കളയുന്നു. മക്കളെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യും, കീമോ ചെയ്യുന്ന സമയത്ത് ഹെയർ സെൽസും ടേസ്റ്റ് ബഡ്സ് നമുക്ക് ടേസ്റ്റ് കിട്ടാനുള്ള റീസൺസ് ഉണ്ട്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചെയ്താൽ മക്കളെ, ക്യാൻസർ സെൽസിന് തൊട്ടടുത്ത് ഈ പറയുന്ന നമുക്ക് വേറെ നോർമൽ സെൽസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാം, ഇതിപ്പോൾ ഒരു ക്യാൻസർ സെല്ലാന്ന് വിചാരിക്കാം, ഞാൻ ഈ കളർ ചെയ്യുന്നത് ക്യാൻസർ സെൽസ് ആണെന്ന് വിചാരിക്കാം. തൊട്ടടുത്ത് ഹെയർ സെൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കീമോതെറാപ്പിയിൽ നമ്മൾ റേഡിയേഷൻസ് വെച്ചിട്ട് ഈ ഭാഗം മീൻസ് ക്യാൻസർ സെൽസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുക, കരിയിപ്പിച്ചാണ് നമ്മൾ അവിടെ ചെയ്യുക. തൊട്ടടുത്ത് ഈ പറയുന്ന നോർമൽ സെൽസും ഇല്ലേ, ആ സെൽസും എന്ത് ചെയ്യുന്നു, ആസ് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ക്യാൻസർ സെൽസ് പോയും തന്നെ അതുപോലെ തന്നെ നോർമൽ സെൽസും അവിടെ നിന്ന് എന്താവുന്നു, ഡിസ്ഫങ്ഷൻ ആവുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയർ സെൽസ് ഒക്കെ എന്താവുന്നത്, ആ സമയത്ത് ട്രീറ്റ്മെന്റ് ടൈമിൽ ഹെയർസ് പോകാനും ടേസ്റ്റ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഓഫ് കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത് റേഡിയേഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വേറെയാണ് ദാറ്റ് ഇസ് സർജറി. നമുക്ക് നോക്കാം, കീമോതെറാപ്പി, സർജറി, ഇമ്മ്യൂണോതെറാപ്പി, ഇതൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Although antibiotics are the most effective medicine that can be used against the bacterial diseases, what should be they should be only according to the doctor's prescription. അതായത് ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം, അതായത് ബാക്ടീരിയൽ ഡിസീസിന് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്സ്. മക്കൾ അത് പ്രത്യേകം നിങ്ങളത് പഠിക്കുക. ദാറ്റ് ഈസ്
ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ അയാൾക്ക് എന്ത് ട്രീറ്റ്മെന്റാണ് കൊടുക്കേണ്ടത്? ആന്റിബയോട്ടിക്സ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടത്. ഇത് നേരെ മറിച്ച് ഒരു ഫംഗസ് അസുഖമുള്ള ആൾക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് ആന്റിബയോട്ടിക്സ് ഓൺലി ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ബാക്ടീരിയൽ ഡിസീസസ്. സോ ഫംഗസ് അസുഖമാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദാറ്റ് ഈസ് ആന്റി ഫംഗൽ മെഡിസിൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ആന്റിബയോട്ടിക്സ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? മരുന്നുകൾ കഴിക്കാൻ പാടില്ല. എന്തായിരിക്കും കാരണം? നമ്മൾ ഡോക്ടേഴ്സിന്റെ ഇതില്ലാതെ, ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാതെ നമ്മൾ സ്വയം ചികിത്സിച്ചു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലം നമ്മൾ തോന്നിയ സമയത്ത് ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ, റെഗുലർ ആയിട്ട് ഇന്ന ടൈമിൽ കഴിച്ചില്ലെങ്കിൽ ദർ വിൽ ബി എ സൈഡ് എഫക്ട്സ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതേണ്ടത് എന്താ മക്കളെ? സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ് ഓഫ് ആന്റിബയോട്ടിക്സ്. ഏതൊക്കെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സിന്റെ? അലർജീസ് വരാം അല്ലെ, അലർജീസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നല്ല ബാക്ടീരിയ, നമ്മുടെ ദഹനത്തിനും നമ്മുടെ എന്താ പറയുക ഡൈജഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ല യൂസ്ഫുൾ ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ തോന്നുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഇൻഫെക്ഷൻ മാറാൻ വേണ്ടി ഡോക്ടറെ ഒന്നും കാണിക്കാതെ ഞാൻ വീട്ടിലുള്ള ആന്റിബയോട്ടിക്സ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ബെനഫിഷ്യൽ ബാക്ടീരിയാസും കൂടി എന്തായിപ്പോ? ഡെഡ് ആയിപ്പോ. സോ ഒന്നാമതാണ് അലർജീസ് കോസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ദാറ്റ് ഈസ് ഡിസ്ട്രക്ഷൻ ഓഫ് ബെനഫിഷ്യൽ ബാക്ടീരിയാസ്, ഡാമേജസ് ടു കിഡ്നീസ്, ലിവേഴ്സ്. ഇതൊക്കെയാണ് എന്ത് നമ്മളുടെ ആന്റിബയോട്ടിക്സിന്റെ സൈഡ് എഫക്ട്സ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പോയിന്റ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് എഴുതുക. ഇത് കൂടാതെ 2-3 പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ മക്കളെ. അപ്പോൾ ബാക്ടീരിയൽ ഡിസീസസ് യൂസ് ചെയ്യുന്ന മരുന്നുകൾ എപ്പോഴും ആന്റിബയോട്ടിക്സ് ആണ്. അത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കോസ് ചെയ്യും? സൈഡ് എഫക്ട്സ് വരും. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് നിങ്ങൾ എന്താ എഴുതേണ്ടത്? സൈഡ് എഫക്ട്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് സം പ്ലാന്റ് ഡിസീസസിന്റെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പറയുന്നുണ്ട് അല്ലെ. ലാസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആനിമൽസിനും ഹ്യൂമൻസിന്റെ കഴിഞ്ഞിട്ട് പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്ലാന്റ്സിൽ കോസ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 അസുഖങ്ങൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സും ഉണ്ട്, വൈയും ഉണ്ട് അല്ലെ മക്കളെ. എക്സ് എന്ന് പറയുന്ന അസുഖത്തിന്റെ പേരാണ് വിൽറ്റ് ഓഫ് ബ്രിഞ്ചോൾ. ബ്രിഞ്ചോൾ എന്ത് കംപ്ലീറ്റ് ചുരുങ്ങി, മീൻസ് അതിന്റെ ഈൽഡ് തന്നെ ഇല്ലാണ്ടായി പോകും. കംപ്ലീറ്റ് അതിന്റെ സൈസും ഷേപ്പും കുറഞ്ഞ് ചുരുങ്ങി വരുന്ന ഒരു കണ്ടീഷനാണ് വിൽറ്റ് ഓഫ് ബ്രിഞ്ചോൾ. അതേപോലെ തന്നെ വൈ എന്ന് പറയുന്ന അസുഖമാണ് ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. എ ക്വസ്റ്റ്യൻ, നെയിം ദ പാത്തജൻ ദാറ്റ് കോസ് ദി എക്സ് ആൻഡ് വൈ. എക്സും വൈയും കോസ് ചെയ്യുന്ന പാത്തജൻസ് ഏതാ? എക്സ് ദാറ്റ് ഈസ് ബാക്ടീരിയ ആണ്. വിൽറ്റ് ഓഫ് ബ്രിഞ്ചോൾ കോസ് ചെയ്യുന്ന പാത്തജന്റെ പേരാണ് ദാറ്റ് ഈസ് ബാക്ടീരിയ ആണ്. ആൻഡ് ബഡ് റൂട്ട് കോസ് ചെയ്യുന്ന ദാറ്റ് ഈസ് ഫംഗസ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ടെൻഡർ ലീവ്സ്. നമ്മൾ ടെക്സ്റ്റിൽ ഡയറക്റ്റ് പറയുന്നുണ്ട് ടെൻഡർ ലീവ്സ്, ദാറ്റ് ഈസ് ഇളം ഇലകളൊക്കെ എന്തായിട്ട് മാറുന്നു? ടേൺ ഇൻ ടു യെല്ലോ. പിന്നെ അതേപോലെ തന്നെ ക്രൗൺ ഓഫ് കോക്കനട്ട് ട്രീ ഡ്രോപ്സ് അറ്റ് ഏർലിയർ. അതായത് ആ മരത്തിന്റെ മേൽഭാഗത്തിനാണ് നമ്മൾ ക്രൗൺ എന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, ആ ക്രൗൺ പോർഷൻ അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു? അടന്ന് താഴത്തേക്ക് വരുന്നു. ഇതാണ് എന്ത്? ദാറ്റ് ഈസ് എന്റെ ബിന്റെ, ദാറ്റ് ഈസ് ബി എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന ഡിസീസിന്റെ സിംറ്റംസ് ഏതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാർട്ട് കറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിന്റെ പേര് അല്ലെ, പ്ലാന്റ്സിനെ കുറിച്ച് അസുഖത്തിന്റെ പേര്, അതേത് ടൈപ്പ് ഓഫ് പാത്തോജൻ ആണെന്ന് പഠിക്കുക, അതിന്റെ സിംറ്റംസും നോക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇവിടെ ഒരു ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫോർമാറ്റ് ചിലപ്പോൾ എക്സാമിന് നമുക്ക് ഫിൽ ഇൻ ദ പ്ലാന്റ്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫിൽ ഇൻ ദ പ്ലാന്റ്സ് കംപ്ലീറ്റ് ടേബിൾ തന്നിട്ട് തരാം, മിസ്മാച്ച് ആയിട്ട് തരാം. അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ എക്സാമിന് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ എന്താ പറയുക ഹീമോഫീലിയ പഠിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ ഉറപ്പിച്ചോ ഇത് ഏത് അസുഖമാണെന്ന്. RBCന്റെ ഷേപ്പ് അരിവാൾ പോലെ അല്ലെങ്കിൽ സിക്കിൾഡ് ഷേപ്പായി മാറുന്ന അസുഖത്തിനെ വിളിക്കുന്ന പേരെന്താ? നമുക്കറിയാം. ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഡിസീസ്, എക്സ്പ്ലെയിൻ ഇറ്റ് കോസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏത് അസുഖം മക്കളെ? നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയ. ഈ അസുഖത്തിന്റെ പേരാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, നമുക്കറിയാം ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ RBCന്റെ ഷേപ്പാണ് നല്ല ബൈകോൺകേവ് ഷേപ്പ്, നല്ല ഉണ്ട ഷേപ്പാണ് ആർക്ക്? നമ്മുടെ ബൈകോൺകേവ് ഷേപ്പാണ് RBCക്ക്. ഈ ഷേപ്പ് പെട്ടെന്ന് എന്തായി മാറുന്നു? നമുക്കറിയാം ഇതൊരു ഹെറിഡിറ്ററി ഡിസീസ് ആണ്. സോ ദർ വിൽ ബി ഡിഫക്റ്റ് ഇൻ ദി ജീൻ.
ജീനിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ RBCന്റെ ഷേപ്പ് എന്തായിട്ട് മാറുന്നു മക്കളെ? ഒരു അരിവാളുടെ ഷേപ്പായിട്ട് മാറുന്നു. ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് സിക്കിൾ. Hence, ഇതിന്റെ symptom എന്താ? The RBC shape is converted into sickled shape. Hence, this disease is known as sickle cell anemia. Clear ആണല്ലോ? അപ്പോൾ നോക്കാം, RBCന്റെ ഷേപ്പ് എന്തായിട്ട് മാറുന്നു? സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുന്നു. നമുക്കറിയാം RBCന്റെ പ്രൊഡക്ഷൻ, നമുക്ക് എവറി ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ പ്രൊഡക്ഷൻ ഓഫ് RBC is controlled by gene. നമ്മുടെ ബോഡിയിൽ എല്ലാ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ ജീനുകളുണ്ട് അല്ലെ മക്കളെ? അപ്പോൾ RBCന്റെ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഒരു ജീനാ. ആ ജീൻ വർക്ക് ചെയ്തില്ല, ദാറ്റ് ഇസ് ആ ജീൻ എന്ത് സംഭവിച്ചു? ഡിഫക്റ്റ് വന്നെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ? ഡിഫക്റ്റ് വന്നതിന് എന്താ സംഭവിക്കുക? RBCന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവോ? ഇല്ല. നമുക്ക് താഴത്ത് ഇവിടെ ഒരു പിക്ചറും കൂടി ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നോക്കിയ മക്കളെ, RBCന്റെ ഷേപ്പ് എന്തായിട്ട് മാറുന്നു? RBCന്റെ ഷേപ്പ് സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുന്നുണ്ട്. RBCന്റെ ഷേപ്പ് സിക്കിൾഡ് ഷേപ്പ് ആയിട്ട് ഇവിടെ വരുമ്പോൾ ഒരു ബ്ലോക്ക് വരുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മീൻസ് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പോർഷൻ അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. കാരണം ബ്ലഡ് ഫ്ലോക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ബ്ലഡ് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഈ റൗണ്ട് ഷേപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡ്യൂ ടു ദിസ് റീസൺ, എന്താ റീസൺ? ഡിഫക്റ്റ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് RBC ജീൻ എന്ത് സംഭവിക്കുന്നു? എന്തായിട്ട് മാറുന്നു? സിക്കിൾഡ് ഷേപ്പ് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ സിക്കിൾഡ് ഷേപ്പ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ബ്ലഡ് എന്താവുന്നു? ബ്ലോക്ക് ആവുന്നു അല്ലെ? ആ ഒരു ബ്ലഡിന്റെ രക്തക്കുഴൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പാസ് ചെയ്യുന്ന ആ കുഴലിലൂടെ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന RBC എല്ലാം കട്ട പിടിച്ച് അതിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ അല്ലേ മക്കളെ? സോ ഐഡന്റിഫൈ ദ ഡിസീസ് ആൻഡ് എക്സ്പ്ലെയിൻ ദിസ് കോസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസീസിന്റെ പേരാണ് സിക്കിൾഡ് സെൽ അനീമിയ. അത് കോസ് ചെയ്യാനുള്ള റീസൺ എന്താ? റീസൺ ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഇൻ ദ ജീൻ ദാറ്റ് പ്രൊഡക്ഷൻ ഓഫ് RBC. ഓക്കെ, ഹൗ ഡസ് ദ deformed RBC affect the individual? എന്താ ക്വസ്റ്റ്യൻ അല്ലെ? നമുക്കറിയാം ബ്ലഡ് ഫ്ലോ മര്യാദക്ക് നടക്കില്ല. ഈ പറയുന്ന പേഴ്സണിൽ എന്താ പറയാ, ഈ RBCന്റെ ഷേപ്പ് കൺവേർട്ടഡ് ആയി കഴിഞ്ഞു, എന്തായിട്ട് മാറി? സിക്കിൾഡ് ഷേപ്പ് ആയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. ഓക്കെ, ഓക്സിജൻ നല്ല രീതിയിൽ അതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. രണ്ടാമത്തതാണ് ഈ പറയുന്ന ബ്ലഡ് ഫ്ലോക്ക് എന്ത് സംഭവിക്കും? ബ്ലോക്കേജ് വരും. ബ്ലഡ് ഫ്ലോ ബ്ലോക്കേജ് വരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളുടെ രക്തക്കുഴലിൽ ഹാർട്ടിലേക്കൊന്നും കറക്റ്റ് ആയിട്ട് ബ്ലഡ് എത്തിയില്ലെങ്കിൽ ഈവൻ സ്ട്രോക്ക് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, അങ്ങനത്തെ വലിയ വലിയ ഇഷ്യൂസ് ഒക്കെ അവിടെ കോസ് ചെയ്യാം. സോ അവിടെ റീസൺ ഏതുണ്ടതാണ്? ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യും, അതേപോലെ തന്നെ ബ്ലഡിന്റെ ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യും, ദാറ്റ് ഇസ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നമുക്ക് എഫക്ട് ചെയ്യുന്ന ഒരു പോർഷൻ. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അത്യാവശ്യം വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങളത് നോക്കി എക്സാമിന് ആ ഒരു ടൈപ്പ് മീൻസ് എന്താണ് സിക്കിൾ സെൽ അനീമിയ, ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ച് അതിന്റെ കോസ് കാര്യങ്ങളും എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം വാക്സിൻസ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ? എന്തിനാണ് നമ്മൾ വാക്സിൻസ് എടുക്കുക? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഏതാ രണ്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് ജന്മനാ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ ലൈഫ് ടൈമിൽ കിട്ടുന്ന ഇമ്മ്യൂണിറ്റീസിനെ വിളിക്കുന്ന പേരാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതിൽ ഒന്നാമത്തെ ആളാണ് നമ്മൾ വാക്സിൻസ് നമ്മൾ മെയിൻലി എടുക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം നമ്മൾ ഒരു ചെറിയൊരു കാലം മുതൽ നമ്മളിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പല ടൈപ്പ് ഓഫ് വാക്സിൻസ് എടുക്കുന്നുണ്ട്. ഈ വാക്സിൻസ് എന്തിനാ? ഈ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോർമലി ഒരു അസുഖം വരാതിരിക്കും നമ്മളെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡിഫ്തീരിയ, ന്യൂമോണിയ പോലത്തെ വലിയ വലിയ സിവിയർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? ഒന്നും കൂടി ആക്റ്റീവായിട്ട് നമ്മുടെ ബോഡിക്ക് ഹെൽത്തിൽ ഇമ്മ്യൂണിറ്റി വേണം. ആ ടൈമിലാണെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നു? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ആര്? വാക്സിനേഷൻസ്. ക്ലിയർ ആണല്ലോ? ഈ പറയുന്ന സീരിയസ് കണ്ടീഷൻസിന് പുറമെ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന എന്താ പറയാ ഫാഗോസൈറ്റോസിസും അതും ഇതൊക്കെ പ്രോസസ്സ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ എടുക്കുന്ന ഒരു മരുന്നാണെന്ന് ദാറ്റ് ഇസ് വാക്സിൻസ്. ഈ വാക്സിൻസ് എടുക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിച്ചത്. വാക്സിൻസ് നമ്മൾ എടുക്കുന്ന എപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഫെർദർ പ്രോസസ് ആയിട്ടുള്ള ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകളെല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ടൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് ആൻ ആർട്ടിഫിഷ്യൽ സപ്പോർട്ടും കൂടി വേണം അല്ലെ? അത് നമുക്ക് എന്തിലൂടെ കിട്ടുന്നു? വാക്സിനേഷനിലൂടെ കിട്ടുന്നു. ദേ ആർ ദി ആന്റിബോഡീസ്. നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ നാച്ചുറലി പ്രിപ്പയർ ചെയ്തല്ല, ഇറ്റ് ഈസ് മാൻമെയ്ഡ് ആണ്. ഓക്കെ, മാൻമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് ഫോർ എൻഹാൻസിങ് ദി ഇമ്മ്യൂണിറ്റി, നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്.
ക്ലിയർ അല്ലേ മക്കളെ? അതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി പഠിച്ചു. അതിൽ ഒന്നാമത്തതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ബോഡിയിൽ ജേംസ് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ജേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന പട്ടാളക്കാരാണ് വാരിയേഴ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിലെ വാരിയേഴ്സ് എന്നറിയപ്പെടുന്ന ആളാണ് നമ്മളെ WBC. ഈ WBC സെൽസുകൾ 4 നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നത്? നമ്മളെ ബേസോഫിൽ, ഈസ്നോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ് അല്ലെ? നമുക്കറിയാം ഈ പറയുന്ന റോൾ എന്താ? WBCന്റെ റോളാണ് ഈ പറയുന്ന ജേംസിനെ എൻഗൾഫ് ചെയ്ത് അവരെന്ത് ചെയ്യുക? നശിപ്പിക്കുക. ആ പ്രോസസ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത് മക്കളെ. ഏത് പ്രോസസ്സാണ്? നമ്മൾ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഫാഗോസൈറ്റോസിസ്. എന്താ വിളിക്കുക? ഫാഗോസൈറ്റോസിസ്. ഫാഗോ മീൻസ് എൻഗൾഫ് ചെയ്യുക, സൈറ്റോസിസ് എന്ന് പറയുന്നത് സെൽസിനെയാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെയിം ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദി ഫിഗർ. ഏതാ? ഫാഗോസൈറ്റോസിസ്. നെയിം ദ WBC ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. നമുക്ക് 4 WBCs നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാഗോസൈറ്റോസിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ആൾക്കാർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസുമാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ജേംസ്. കണ്ടില്ല ഇവിടെ കൊടുത്തില്ല, ഇതാണ് നമ്മളുടെ പാത്തജൻ. ഈ പാത്തജനെ വിഴുങ്ങുന്ന ആളെ വിളിക്കുന്ന പേരാണ് നമ്മളെ മോണോസൈറ്റും ന്യൂട്രോഫിൽസും. ഇവർ 2 പേരെയും കൂടി വിളിക്കുന്ന പേരാണ് എന്ത്? ഫാഗോസൈറ്റ്സ്. എന്താ വിളിക്കുക? ഫാഗോസൈറ്റ്സ്. ആരാണോ, അതായത് ഈ പറയുന്ന നമ്മളുടെ പാത്തോജൻസിനെ വിഴുങ്ങുക അല്ലെങ്കിൽ പാത്തോജൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സെൽസുകൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റ്സ്. ബയോളജിയിൽ ഫാഗോ എന്ന് ഉദ്ദേശിക്കുന്നത് എൻഗൾഫും, സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസിനെയാണ് ഉദ്ദേശിക്കുക. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. പാത്തോജൻ കയറുന്നു, പാത്തോജനെ നേരെ ഉള്ളിലേക്കാണ്. പാത്തോജനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ആ റിസപ്റ്റേഴ്സ് വെച്ചിട്ട് നേരെ അവൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അപ്പൊ ആ ബ്ലൂ കളർ നിങ്ങൾ ഫോളോ ചെയ്യാം. അതൊരു സെല്ലായിട്ട് മാറി. കണ്ട, നമ്മൾ ബോഡി കയറി ആ പാത്തോജൻ ഒരു സെല്ലായിട്ട് മാറി. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാഗോസോം. എന്താ വിളിക്കുക? ഫാഗോസോം. ഈ ഫാഗോസോമിലേക്ക് ഈ കാണുന്ന ആളെ വിളിക്കുന്ന പേരാണ്, കറക്റ്റ് ആയിട്ട് നോക്കാം. ഈ പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾ ആ ടേംസ് എല്ലാം പഠിക്കാം. അതായത് ഈ കയറുന്ന പാത്തോജൻ ആണ്. പാത്തോജൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് മാറും. അയാൾ ലോക്ക് ചെയ്തു. ആ ലോക്ക് ചെയ്ത സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാഗോസോം. When the pathogen is inside the WBC cells, the structure is known as phagosome. ഓക്കെ, ഈ ഫാഗോസോമിലുള്ള പാത്തോജനെ കൊല്ലാൻ വേണ്ടി ഈ പറയുന്ന സെല്ലിന്റെ ഉള്ളിൽ വേറൊരു സെൽ സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ലൈസോസോം. ഈ ലൈസോസോമിന്റെ കയ്യിൽ ഒരു പ്രത്യേക തരം എൻസൈംസ് ഉണ്ട്. ഒരു ഡൈജസ്റ്റീവ് എൻസൈം ഈ പറയുന്ന ലൈസോസോമിലുണ്ട്. ഈ അടുത്ത പിക്ചർ നോക്കിയ മക്കളെ, ഈ ഫാഗോസോമിലേക്ക് ആര് വന്ന് ഫ്യൂസ് ചെയ്യുന്നു? ലൈസോസോം വന്ന് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫാഗോസോം പ്ലസ് ലൈസോസോം ഇസ് നോൺ ആസ് ഫാഗോലൈസോസോം. എന്താ വിളിക്കുക? ഫാഗോലൈസോസോം. ഈ സ്ട്രക്ചർ പിന്നീട് എന്താ സംഭവിക്കുക? നമുക്കറിയാം ലൈസോസോമിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അപ്പൊ ഈ പാത്തോജൻസിന് മൊത്തത്തിൽ ആ എൻസൈമാറ്റിക് നടന്ന് അവരെ നശിപ്പിച്ച് അവസാനം അവരെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് സ്പിറ്റ് ഔട്ട് ചെയ്യുന്നു, പുറത്തേക്ക് തുപ്പിക്കളയുന്നു. ഇതാണ് എന്ത് പറഞ്ഞാൽ ഫാഗോസോം. അപ്പൊ കറക്റ്റ് ഒരു ഓർഡറിൽ പഠിക്കുക. പാത്തോജൻ enter into the WBC cells, it form a phagosome. When the phagosome is fused with the lysosome, the structure is known as phagolysosome. Inside the phagolysosome there is a digestive enzyme. The pathogen will be digested and spit it out. പുറത്തേക്ക് എന്ത് ത്രോ ഔട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് പാർട്ട് ഇസ് മാർക്ക്ഡ് ആസ് എക്സ് ആര മക്കളെ? നമ്മളെ ഫാഗോലൈസോസോം. ഓക്കെ, ആ ഫാഗോലൈസോസോം എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്ത് പുറത്തേക്ക് കളയുക അല്ലെ? നമുക്കറിയാം ഫാഗോലൈസോസോമിന്റെ ഉള്ളിൽ ലൈസോസോം ഉണ്ട്. ആ ലൈസോസോമിലുള്ള ഡൈജസ്റ്റീവ് എൻസൈം യൂസ് ചെയ്തിട്ടാണ് ആ പറയുന്ന പാത്തോജനെ പുറത്തേക്ക് ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്തായാലും നിങ്ങൾ എന്ത് ഓർത്തിരിക്കുക, എക്സാമിന് മസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ അല്ലേ മക്കളെ? നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് 2 പിക്ചർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് P and Q എന്ന് പറയുന്ന 2 സെൽ സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ ബ്ലഡ് സെൽസ് P and Q. P യും Q എന്താന്ന് നോക്കാം മക്കളെ. എക്സാമിന് എന്തായാലും നമുക്കൊരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രൊപ്പോർഷൻ ആണ്. ദാറ്റ് ഈസ് 2 സെൽ സ്ട്രക്ചർ ആണ്. നമുക്കറിയാം ഇതാരാ? ഇത് നമ്മുടെ WBC അല്ലേ? ഓക്കെ, WBC 2 പിക്ചേഴ്സ് ഉണ്ട്. പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർക്കുക. പിക്ചേഴ്സിന് താഴത്ത് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ട്, ഡിസ്ട്രോയ് ദ പാരസൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ P യും Q എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാ? നമുക്കൊന്ന് നോക്കിയാലോ. P and Q ആരാ? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P is the basophil and Q is eosinophil. ഇനി B ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഇസ് ദ റോൾ ഓഫ് ദീസ് ബ്ലഡ് സെൽസ് ഇമ്മ്യൂൺ റെസ്പോൺസ് റിലേറ്റഡ് ടു അലർജി? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ഈ രണ്ട് ആൾക്കാരുടെ ഫങ്ഷനിൽ അലർജിയിൽ ഇവർ എങ്ങനെയാണ് റോൾ ചെയ്യുന്നുണ്ട് അത് ആ ടെക്സ്റ്റ് ബുക്കിൽ ഫങ്ഷൻസിൽ പറയുന്നുണ്ട്. അപ്പൊ എക്സാമിന് അതാണ് ചോദിച്ചേക്കുന്നത്. ഈ രണ്ടാൾക്കാരും അലർജിക്ക് എങ്ങനെയാണ് ഇവർ റെസ്പോണ്ട് ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ അതിന്റെ ഫങ്ഷൻസ് ചെയ്താൽ ദാറ്റ് ഈസ് പി എന്ന് പറയുന്ന ആൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹിസ്റ്റമീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹിസ്റ്റമീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരാ? ബേസോഫിൽ. ഇയാൾ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് കോസ് ചെയ്യുന്നു? കോസ് ഇൻഫ്ലമേഷൻ ഡ്യൂറിങ് അലർജീസ്. ഇതാണ് അതിന്റെ ഫംഗ്ഷൻ വരുന്നത്. ആൻഡ് ക്യൂവിന്റെ ഫംഗ്ഷൻ എന്താ പറയാ? ക്യൂ വരുന്നത് ദാറ്റ് ഈസ് നമ്മളുടെ ഈസ്നോഫിൽ ന്യൂട്രലൈസ് ദി കെമിക്കൽ റിലീസ് ഡ്യൂറിങ് അലർജീസ്. കണ്ടാ? ഈ രണ്ടിന്റെ ഫംഗ്ഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നമുക്ക് നോക്കിയാലോ? അലർജീന്റെ സമയത്ത്, അലർജി എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ പറയുന്ന എക്സാജുറേറ്റഡ് കണ്ടീഷൻ ആണ് അലർജി. ഇപ്പൊ പോളൻ ഗ്രെയിൻസോ അല്ലെങ്കിൽ പാത്തജൻസോ നമ്മളെ ബോഡി കയറി കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് ഒരു റിയാക്ഷനാണ് നമ്മൾ അലർജി എന്ന് വിളിക്കുക. അപ്പൊ അലർജിയിൽ ഈ രണ്ടാൾക്കാർ എന്താ ചെയ്യാം? നമുക്ക് നോക്കിയാലോ? ദാറ്റ് ഇസ് പി എന്ന് പറയുന്ന ആളാണ് നമ്മൾ ബേസോഫിൽ പ്രൊഡ്യൂസ് ആണ് കെമിക്കൽ സബ്സ്റ്റൻസ് കോൾഡ് ഹിസ്റ്റമിൻ. ഈ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യും എന്ത്? അലർജീനെ നമുക്ക് നമ്മുടെ ബോഡി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലിന്റെ പേരാണ് ഹിസ്റ്റമിൻ. ഈ ഹിസ്റ്റമിനെ ഏത് സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ നോക്കിയേ, നമ്മൾ ക്യൂ എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ ഈസ്നോഫിൽ. ഈ ഈസ്നോഫിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലെ അലർജിക് റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നു? കെമിക്കൽ സബ്സ്റ്റൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഈ പറയുന്ന ഈസ്നോഫിലും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമ്മളുടെ അവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളുടെ WBC 4 ടൈപ്പ് ഉണ്ട്. ആ 4 ടൈപ്പിന്റെ ഫിഗറും അതേപോലെ തന്നെ ഈ പറയുന്ന ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? വായിക്കാം. നമ്മൾ പഠിക്കുമ്പോൾ ചോദിക്കുന്ന നമ്മൾ നോർമലി എല്ലാം എന്ത് ചെയ്യുക? കാണാതെ നമ്മൾ വായിച്ചൊക്കെ പഠിക്കും അല്ലെ? പക്ഷെ ആ വായിച്ച് പഠിക്കുന്ന ആ ഒരു പോയിന്റ് ഇതേപോലെ കറക്കി തിരിച്ച് എക്സാമിന് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ മക്കളെ? നമുക്കൊരു 20% നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് നമുക്ക് ഓൾറെഡി സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ച പോയിന്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ഏത് സമയത്ത് അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് അത് കിട്ടില്ല. ബിക്കോസ് ഓഫ് ദി ആ ക്വസ്റ്റ്യൻ്റെ ഒരു അഡ്വാൻസ് ഫോമിനാണ്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ആ പോയിന്റ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബ്ലഡ് ക്ലോട്ട് എൻ്റെ ബോഡിയിൽ ആവുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് ഏത് അസുഖമാണ്? അപ്പൊ ആലോചിക്കും, നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് പഠിക്കുന്ന സമയത്ത് ഫൈബ്രിൻ ആണ് ആ ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. സപ്പോസ് ആ ഫൈബ്രിൻ ഫോം ചെയ്തെങ്കിൽ ബ്ലഡ് നിർത്താതെ പോകും. അപ്പൊ അടുത്തത് അസുഖമായിട്ട് മാറി. അത് ഏത് അസുഖ? ഹീമോഫീലിയ. എന്തുകൊണ്ട് ഹീമോഫീലിയ വന്നു? അപ്പൊ തിരിച്ച് ഈ ടോപ്പിക്കിലേക്ക് വരാം. അവിടെ ഫൈബ്രിൻ മര്യാദക്ക് എന്ത് ചെയ്യുന്നില്ല? പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ഫൈബ്രിൻ പ്രൊഡ്യൂസ് ഉള്ള റീസൺ ഇപ്പുറത്തെ ടോപ്പിക്കിലേക്ക് വരാം. ബിക്കോസ് അവിടെ എന്ത് ചെയ്യുന്നില്ല? ആ പ്രോട്ടീൻ വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പാറ്റേണിലും എക്സാമിന് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന ഒരു 20% അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ദാറ്റ് ഈസ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇൻഫ്ലമേറ്ററി ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് the cell at injured part release histamine and other chemical substance. A question: role of histamine and its advantages, important of the above mentioned process of immunity. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം, നമുക്ക് ഹിസ്റ്റമീൻ എപ്പോഴാണ് നമ്മൾ റിലീസ് ചെയ്യുക? ഹിസ്റ്റമീൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം. നമ്മുടെ ബോഡിയിൽ ഒരു വൂണ്ട് ഉണ്ടാവുന്നു. ആ വൂണ്ടിൽ ജേംസ് കയറുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഹിസ്റ്റമിൻ. ഹിസ്റ്റമിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹിസ്റ്റമിൻ എന്താ ചെയ്യുക? ഹിസ്റ്റമിൻ നമ്മുടെ ബോഡിയിൽ ബ്ലഡിനെ ഡൈലേറ്റ് ചെയ്യുന്നു. ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് മീൻസ് നമുക്കറിയാം ആ ഒരു പോർഷനിലേക്ക് ബ്ലഡ് ഓടിയെത്തണം അല്ലെ? ബ്ലഡിലേക്ക് ഓടിയെത്തുന്ന ആൾക്കാരാണ് നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റും. മക്കളെ, നമ്മൾ വൂണ്ടിലൂടെ ജേംസ് കയറും അല്ലെ? ഈ ജേംസ് കയറുമ്പോൾ തന്നെ ആര് ഓടിയെത്തണം? ഈ പറയുന്ന ന്യൂട്രോഫിലും മോണോസൈറ്റ് ഓടിയെത്തണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്റമീൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഹിസ്റ്റമീൻ എന്താ ചെയ്യുക? ബ്ലഡ് ഫ്ലോ കൂട്ടിക്കൊടുക്കും. ദാറ്റ് ഈസ് ബ്ലഡിന്റെ ആ ഫ്ലോ കൂട്ടിയായിരുന്നുണ്ടെങ്കിൽ ആ ബ്ലഡിന്റെ ഡക്റ്റ് എന്ത് ചെയ്യണം? ഡൈലേറ്റ് ചെയ്യണം. ദാറ്റ്സ് ഒന്ന് റിലാക്സ് ആവണം. അപ്പൊ ആര് ഓടിയെത്തും? ഈ പറയുന്ന ന്യൂട്രോഫിലും മോണോസൈറ്റും ഇവിടെ ഓടിയെത്തും. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ ഹിസ്റ്റമിൻ കോസ് ബ്ലഡ് വെസൽസ് ടു ഡൈലേറ്റ് ആസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ്. WBC അവിടെ ഓടിയെത്തുന്നു. ക്ലിയർ ആണ്? അപ്പൊ ഹിസ്റ്റമീന്റെ റിലീസ് മൂലമാണ് ഈ പറയുന്ന ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു. ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുക? ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് RBC നമ്മളെ ന്യൂട്രോഫിലും മോണോസൈറ്റ് അവിടെ ഓടി എത്തുക. ക്ലിയർ അല്ലേ?
ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ദി എബവ് മെൻഷൻഡ് പ്രോസസ് ഇൻ ഇമ്മ്യൂണിറ്റി. ഇത് ഏത് പ്രോസസ്സാണ്? ആദ്യം നിങ്ങൾ പറയാം ഇറ്റ് ഈസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. എന്താ വിളിക്കുക? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇനി ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ ഉദ്ദേശം എന്താ? ദാറ്റ് ഈസ് ഇൻഫ്ലമേറ്ററി പ്രോസസ് ഇസ് ലീഡ്സ് ടു എൻഗൾഫിംഗ്. നമുക്കറിയാം എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ് അല്ലെ. നമുക്കറിയാം ഇൻഫ്ലമേഷൻ നമ്മുടെ ഭാഗത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ മുറിവുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടാവും അല്ലെ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലമേഷൻ. ഈ സ്വെല്ലിംഗ് എന്തിനാ വരുന്നത്? ഈ ജേംസ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ പറയുന്ന ഉള്ളിൽ നമ്മളെ ബോഡിയിൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നു, മറ്റാൾക്കൊരു WBC ദാറ്റ് ഇസ് ന്യൂട്രോഫിലും മോണോസൈറ്റ് അവിടെ ഓടിയെത്തുന്നു, അവർ എൻഗൾഫ് ചെയ്യുന്നു. എന്താ പറയുക, എൻഗൾഫ് ചെയ്ത് അവരെ ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുക? സ്വെല്ലിംഗ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ മക്കളെ? അതുകൊണ്ടിട്ടാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഡിഫൻസ് മെക്കാനിസത്തിൽ ഒരു ഭാഗമാണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ആ ടോപ്പിക് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. ഹിസ്റ്റമിന്റെ റോൾ എന്താണ്, എങ്ങനെയാണ് അത് നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എങ്ങനെയാണ് ഒരു ഡിഫൻസീവ് മെക്കാനിസം ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇത്രയും നേരം ബാക്ടീരിയ പഠിച്ചു, ഫംഗസ് പഠിച്ചു അല്ലെ, പ്രോട്ടോസോൺ ഡിസീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ മെയിൻലി പഠിക്കേണ്ട ഒരു ഡിസീസും കൂടിയാണ് നമ്മൾ HIV അല്ലെ, എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം പടർത്തുന്ന ഒരു വൈറസിന്റെ പേരാണ് HIV. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ക്വസ്റ്റ്യനും എക്സാമിന് എന്ത് ചെയ്യാം ചോദിക്കാം. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ആദ്യം എന്താണ് എയ്ഡ്സും HIV-യും തമ്മിലുള്ള ഒരു ഡിഫറൻസുകൾ ഓർക്കാം. HIV എന്ന് പറഞ്ഞാൽ ആ അസുഖം പടർത്തുന്ന പാത്തോജന്റെ പേരാണ് HIV വൈറസ്. ഓക്കെ, ആ അസുഖത്തിന്റെ പേരാണ് എയ്ഡ്സ്. അപ്പൊ അസുഖത്തിന്റെ പേര് ചോദിക്കുമ്പോൾ നിങ്ങളുടെ HIV എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് അസുഖത്തിന്റെ പേരാണ് എയ്ഡ്സ്, അതിന്റെ ഫുൾ ഫോമും പഠിക്കുക. എയ്ഡ്സ് കോസ് ചെയ്യുന്ന വൈറസിന്റെ പേരാണ് HIV വൈറസ്. ഇനി അതേപോലെ തന്നെ HIV-ന്റെ ഫുൾ ഫോം എഴുതുമ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നും കൂടി എഴുതാം. കാരണം നമ്മൾ HIV എന്ന് എഴുതുമ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്നാണ് എഴുതാം. പക്ഷെ അവിടെ ഡെഫിഷ്യൻസി എന്നുള്ള ടേമും കൂടി എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതൊന്നും കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The virus attack and destroy the T lymphocyte, multiply using the genetic mechanism of the T lymphocyte. As the result, the body's ability to fight the disease and is reduced. മക്കളെ നമുക്കറിയാം ഈ HIV വൈറസ് നേരെ നമ്മളുടെ ബോഡിയിലൂടെ കയറി നമ്മൾ എന്താ പറയുക, ഈ HIV വൈറസിന് അവരുടെ ബോഡിയിൽ ഒരു വൈറൽ RNA ഉണ്ട്. ഓക്കെ, RNA വൈറസ് ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന HIV വൈറസിൽ വരുന്നത്. ഓക്കെ, HIV വൈറസ് ഒരു RNA വൈറസാണ്. ഈ RNA ആണ് നമ്മളെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ അത് DNA ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ HIV വൈറസ് നേരെ നമ്മുടെ ലിംഫോസൈറ്റിനെ പോയിട്ട് T ലിംഫോസൈറ്റിനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. നമുക്കറിയാം T ലിംഫോസൈറ്റ് ആണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ബീനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ T ലിംഫോസൈറ്റിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കുറയും. അപ്പൊ നമ്മളെ ബോഡിക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല? ആന്റിബോഡീസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വരും? അസുഖം വരും. അപ്പൊ HIV വൈറസ് മൂലം അറ്റാക്ക് ചെയ്യുന്ന അസുഖത്തിന്റെ പേര് നമുക്ക് ഇവിടെ നോക്കാം. ഇത് ഏതാണ് അസുഖം എന്നാ ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ഏതാണ് അസുഖം നമ്മൾ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതൊരു വൈറസ് അറ്റാക്ക് ആണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റിൽ എടുത്ത് പറയുന്നുണ്ട് അല്ലെ മക്കളെ. അപ്പൊ ഈ വൈറസ് T ലിംഫോസൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് അസുഖമായിരിക്കും? ദാറ്റ് ഈസ് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖമായിരിക്കും അവിടെ കോസ് ആയിട്ടുണ്ടാവുക. ഫുൾ ഫോം പഠിക്കുക, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, ആൻഡ് ദ വൈറസ് അത് ഏത് അസുഖം? എയ്ഡ്സ് കോസ് ചെയ്യുന്ന വൈറസിന്റെ പേരാണ് HIV വൈറസ്. മക്കൾ നിങ്ങൾ പഠിക്കുമ്പോൾ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ പഠിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഡയഗ്രംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോർണറിൽ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്യുക. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാ ഫിഗേഴ്സ് ഇൻക്ലൂഡിങ് ദി പാത്തോജൻസിന്റെ ഫിഗേഴ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുക. കാരണം അത് വെച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ 2 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് അല്ലെ. എയ്ഡ്സ് പടരുന്ന ഏതൊക്കെ രീതിയിലാണ്? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു ഫോർ എക്സാമ്പിൾ എയ്ഡ്സ് ഉള്ള പേഷ്യന്റ് അടുത്തിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാൾ ജസ്റ്റ് നമ്മളെ മേത്ത് ജസ്റ്റ് ടച്ച് ചെയ്താലോ ജസ്റ്റ് ഹഗ് ചെയ്താലോ അയാളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാലോ ഒന്നും എയ്ഡ്സ് എന്ത് ചെയ്യില്ല? പടരില്ല. സോ അവിടെ റീസൺ എന്താ? എയ്ഡ്സ് എപ്പോഴും ബോഡി ഫ്ലൂയിഡ്സിലൂടെ മാത്രം പടരുന്ന അസുഖങ്ങളെ വിളിക്കുന്ന പേരാണ് നമ്മളെ എയ്ഡ്സ്. ബോഡി ഫ്ലൂയിഡ്സ് ഉദ്ദേശിക്കുന്നത് ബ്ലഡ്, അതുപോലെ തന്നെ ലിംഫ്, ഇതിലൂടെ ആയിരിക്കും ഈ വൈറസ് സ്പ്രെഡ് ആവുക, വേറൊരാളുടെ ബോഡിയിലേക്ക് കയറാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും അസുഖങ്ങൾ സ്പ്രെഡ് ആവുക?
അല്ലെ? ഒന്നാമത്തതാണ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. അസുഖമുള്ള ആളായിട്ട് ഒരു സെക്ഷൽ കോണ്ടാക്ട് ചെയ്താൽ അവിടെ എന്ത് വരും? അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ അയാൾ ഉപയോഗിക്കുന്ന ഇഞ്ചെക്ഷൻസ് അല്ലെ, അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന സിറിഞ്ച് ഐറ്റംസ് ബ്ലഡിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ലേ? സോ ഫ്രണ്ടോ അല്ലെങ്കിൽ ആ അസുഖമുള്ള ആൾ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസോ നീഡിൽസോ ഉപയോഗിച്ച് അടുത്ത ആൾ യൂസ് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യും? അസുഖം വരും. മൂന്നാമത്തതാണ് മദർ ടു ഫീറ്റസ്. അമ്മക്ക് അസുഖം ഉണ്ടെങ്കിൽ എന്തായാലും ആർക്ക് വന്നിരിക്കും? കൊച്ചിന് വന്നിരിക്കും. കാരണം അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഫ്ലൂയിഡ്സ് ഫോർമാറ്റിലാണ് അത് കൊച്ചിന് കിട്ടുക. ഓക്കെ. ഇനി നാലാമത്തതാണ് ബ്ലഡ് ട്രാൻസ്മിഷൻ. ഇപ്പൊ എമർജൻസി ആയിട്ട് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ പേഴ്സണ് ചിലപ്പോൾ HIV ഉള്ള പേഴ്സൺ ആണ്, എയ്ഡ്സ് ഉള്ള പേഴ്സണിന്റെ ബ്ലഡ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്? അസുഖം വരാനുള്ള ചാൻസ് കൂടും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 4 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് മെത്തേഡ്. നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം വളരെ കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസ് ആണ്. ഇതുവരെയും എയ്ഡ്സിന് എന്ത് കണ്ടുപിടിച്ചിട്ടില്ല? മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സോ എയ്ഡ്സ് ഇസ് നോട്ട് ക്യൂറേറ്റീവ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും പ്രശ്നം നമ്മളെ T ലിംഫോസൈറ്റ് കുറയുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പേഴ്സന്റെ ഈ അസുഖം മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് വീക്ക് ആയി കളയും. അപ്പൊ ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖം വന്നിട്ട് ആ പേഴ്സൺ കംപ്ലീറ്റ്ലി എന്താ പറയാ, കുറെ അസുഖങ്ങൾ വന്ന് അവസാനം മരിക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഈ അസുഖത്തിന് മെയിൻലി വരുന്നത് നമ്മൾ ഇമ്മ്യൂണിറ്റിനെ തകർക്കല. അപ്പൊ ഈ പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അസുഖം എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പേഴ്സൺ എന്ത് ഉപയോഗിക്കുക? ആന്റി റിട്രോ വൈറൽ ഡ്രഗ്സ്, ദാറ്റ് ഇസ് ആർട്ട് എന്ന് പറയുന്ന, ദാറ്റ് ഇസ് വൈറസിന് യൂസ് ചെയ്യുന്ന മരുന്നുകളെ വിളിക്കുന്ന പേരാണ് ആന്റി റിട്രോ വൈറൽ ഡ്രഗ്സ്. എന്ത് ചെയ്യുക? യൂസ് ചെയ്ത് ആ പേഴ്സന്റെ വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും യൂസിങ് ആർട്ട്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എയ്ഡ്സിന്റെ അതേപോലെ തന്നെ നമുക്ക് നിപ്പ വൈറസും കൂടി ടെക്സ്റ്റ് ബുക്കിൽ പറയാനുണ്ട്. അപ്പൊ നിപ്പയും എയ്ഡ്സും ഏകദേശം നിപ്പയും എയ്ഡ്സും ഏകദേശം നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് ആയതുകൊണ്ട് രണ്ടിന്റെ ഫോർമാറ്റ് സെയിം ആണ്. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? നിപ്പ വൈറസും കൂടി പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ മക്കളെ? നിപ്പ വൈറസ് ആണ്, അസുഖത്തിന്റെ പേര് നിപ്പ തന്നെയാണ്. ഓക്കെ അല്ലേ? അത് പടരുന്നത് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിലൂടെയാണ് എന്ത് ചെയ്യുക? നിപ്പ വൈറസ് പടരുന്നത്. ഇതേപോലെ തന്നെ നിപ്പക്കും എന്തില്ല? ഈ പറയുന്ന പ്രിവെൻഷൻ ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ള മരുന്നൊന്നുമില്ല. ആ പേഴ്സന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രോട്ടോസോവിൽ വരുന്ന ഒരു ഡിസീസ് ആണ്. ദാറ്റ് ഈസ് ഐഡന്റിഫൈ ദ ഡിസീസ്, റൈറ്റ് ദ സിംറ്റം ഓഫ് ദി ഡിസീസ്. മക്കൾ ഇത് ഏത് അസുഖമാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുക്കുന്നില്ലേ? ദാറ്റ് ഈസ് മലേറിയ. അസുഖത്തിന്റെ പേരാണ് മലേറിയ. ഓക്കെ. ഈ മലേറിയ മലേറിയ കോസ് ചെയ്യുന്ന പാത്തോജന്റെ പേരാണ് പ്ലാസ്മോഡിയം. എന്താ വിളിക്കുക? പ്ലാസ്മോഡിയം. ഇത് കോസ് ചെയ്യുന്ന നമ്മളെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ഈ അസുഖം പടർത്തുന്നത്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഓക്കെ. വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ ബി ടേക്കൺ ടു പ്രിവെന്റ് ദിസ് ആൻഡ് റൈറ്റ് ദിസ്. മക്കളെ അസുഖത്തിന്റെ പേരും എഴുതണം, അതിന്റെ സിംറ്റംസും എഴുതണം, ട്രീറ്റ്മെന്റും എഴുതണം. ഓക്കെ. നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നത് ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള ഫീവർ ആയിരിക്കും. പനി കൂടും കുറയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നല്ല ഫീവർ, ചിൽനെസ് ഉണ്ടാവാം, ഷിവറിങ് ഉണ്ടാവും, മസ്കുലാർ പെയിൻ ഉണ്ടാവും, ഫെറ്റേക്ക്, ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഏത് അസുഖമാണെന്ന് ആലോചിക്കുക. ഇറ്റ് ഈസ് എ പ്രോട്ടോസോവൻ ഡിസീസ്. ഓക്കെ. ചെറിയൊരു വോമിംഗ് പോലത്തെ അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയൊരു പാത്തോജൻ ആണ് ഈ പറയുന്ന പ്രോട്ടോസോവൻസ്. അപ്പൊ ഈ പ്രോട്ടോസോവൻസിനെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മരുന്നുകളെ വിളിക്കുന്ന പേരാണ് ആന്റി പ്രോട്ടോസോവൽ ഡ്രഗ്. എന്താ വിളിക്കുക? ആന്റി പ്രോട്ടോസോവൽ ഡ്രഗ് ഓർ ആന്റി മലേറിയൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? താഴത്ത് അതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് നോക്കിയേ. ആന്റിബയോട്ടിക്സ്, ആന്റി ഹെൽമിന്ത് ഡ്രഗ്സ്, ആന്റി ഫംഗൽ, ആന്റി വൈറൽ, ആന്റി പ്രോട്ടോസോവൽ ആർ യൂസ്ഡ് ഫോർ സർട്ടൻ ഡിസീസസ്. ഇവാലുവേറ്റ് ഇറ്റ് യൂസസ് വിത്ത് എക്സാമ്പിൾ. സിമ്പിൾ അല്ലേ? നമുക്കറിയാം ആന്റിബയോട്ടിക്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയൽ ട്രീറ്റ്മെന്റിനാണ്. ബാക്ടീരിയൽ ട്രീറ്റ്മെന്റ് എക്സാമ്പിൾ പറഞ്ഞ റാറ്റ് ഫീവർ. ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. രണ്ടാമത്തതാണ് ആന്റി ഹെൽമിന്ത് പറഞ്ഞാൽ മക്കളെ വോംസ് ആണ്. വോംസിന് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് വോംസ്. നമ്മളെ വെര എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയിൽ വിരകൾ ഉണ്ടാവും. ഈ വിരകളേക്ക് നമുക്ക് കില്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മരുന്ന് ഏതാ? ദാറ്റ് ഈസ് ആൽബെൻഡിസോൾ. 6 മാസം കൂടുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഒരു മരുന്നാണ് ഈ പറയുന്ന ആൽബെൻഡിസോൾ. അതേപോലെ തന്നെ ആന്റി ഫംഗലിന് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫംഗസ് പോലത്തുള്ള അസുഖങ്ങളാണ്. ഏതൊക്കെയാ ഫംഗൽ അസുഖങ്ങൾ? റിംഗ് വോം. ഓക്കെ. ആന്റി വൈറൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈറസ് ആണ്. ഓക്കെ. വൈറസ് ആണ്. അപ്പൊ വൈറൽ യൂസ് ചെയ്യുന്നത് ഏതാ? വൈറൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ മക്കളെ എയ്ഡ്സ്, അല്ലെങ്കിൽ നമുക്കറിയാം നിപ്പ വൈറസ്. പിന്നെ അതേപോലെ തന്നെ ആന്റി പ്രോട്ടോസോൾ ഡ്രഗിന് യൂസ് ചെയ്യുന്നത് ഏതാ?
മലേറിയ ആണ്. ആന്റി മലേറിയൽ യൂസ് ചെയ്യുന്നത് ആന്റി പ്രോട്ടോസോൾ ഡ്രഗ്സ് ഉണ്ട്. പ്രോട്ടോസോൺ ഡിസീസ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ, മലേറിയ. അപ്പൊ ഈ ഒരു ടൈപ്പ് എന്ത് ചെയ്യുക, ഇതേ ഫോർമാറ്റിൽ പഠിക്കാം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ഗ്രാഫ് ഫോർമാറ്റും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കൾ ഇവിടെ 4 അസുഖങ്ങളാണ് തന്നിരിക്കുന്നത്. മലേറിയ ഉണ്ട്, ട്യൂബർകുലോസിസ് ഉണ്ട്, റാറ്റ് ഫീവർ ഉണ്ട്, ഫിലേരിയാസിസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കാണാൻ പറ്റില്ല, പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഏറ്റവും കൂടുതൽ പേഴ്സൺസുകൾക്ക് ഏത് അസുഖം വന്നേക്കുന്നത് ചോദിക്കുന്നത്. ദറ്റ് ഈസ് മലേറിയ. ഓക്കെ. രണ്ടാമത്തെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഏതാ, നമുക്കറിയാം ഗ്രാഫിൽ തന്നെ നമുക്ക് പഠിക്കാം. ദാറ്റ് ഈസ് ട്യൂബർകുലോസിസ് ആണ് ലീസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ മുതൽ ശ്രദ്ധിക്കുക, ഐഡന്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസസ്. ഈ ഗ്രാഫിൽ ഒരു കൂട്ടം അസുഖങ്ങളാണ് വന്നേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം മലേറിയ വന്നത് ഏതാ, മലേറിയ വരുന്നത് പ്രോട്ടോസോവൻ ആണ്, ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആണ്, റാറ്റ് ഫീവറും എന്ത് തന്നെയാണ്, ബാക്ടീരിയ ആണ്, ഫിലേരിയാസിസ് വരുന്നത് ഏതാ, ഫിലേരിയാസിസ് വരുന്നതും നമ്മുടെ വോംസ്, ദാറ്റ് ഈസ് ഹെൽമിന്ത് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ദി പാത്തോജൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദി ഡിസീസ് ഓഫ് റാറ്റ് ഫീവർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമുക്കറിയാം റാറ്റ് ഫീവറിന്റെ പാത്തോജന്റെ പേരെന്താ, ലെപ്റ്റോസ്പൈറ അല്ലെ, ലെപ്റ്റോസ്പൈറ. അസുഖത്തിന്റെ പേര് റാറ്റ് ഫീവർ ഓർ ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, ഇനി അത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാ, അസുഖം പടരുന്ന രീതി യൂറിൻ ഓഫ് റാറ്റ്. ഈ പറയുന്ന റാറ്റിന്റെ യൂറിനിൽ ലെപ്റ്റോസ്പൈറ ഉണ്ടാവും, അത് നേരെ നമ്മൾ വൂണ്ടിന്റെ ഉള്ളിലൂടെ കയറി നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നു. ഇനി അതെങ്ങനെയാ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറഞ്ഞു. സിംറ്റംസ് എന്തൊക്കെയാ, റാറ്റ് ഫീവറിന്റെ സിംറ്റംസ് നമ്മളുടെ ഐസ് ഒക്കെ റെഡിഷ് ആവുന്നു, അതൊക്കെയാണ് നമ്മളെ റാറ്റ് ഫീവറിന്റെ സിംറ്റംസ് വരാ അല്ലെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ട്രീറ്റിംഗ് ഓൺലി ആന്റിബയോട്ടിക്സ് നോട്ട് ബൈ ഫംഗൽ. വൈ? നമ്മളോട് എടുത്തെടുത്ത് പറയുന്നതാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് യൂസ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് ബാക്ടീരിയനെ കൊല്ലുന്ന പാത്തോജൻസ് ആണ് നമ്മൾ ബാക്ടീരിയൽ ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ആന്റിബയോട്ടിക്സ്. മക്കൾ അതൊന്ന് ആദ്യമേ പഠിക്കുക. ഫസ്റ്റത്തെ ആന്റിബയോട്ടിക്കിന്റെ പേരെന്താ, പെൻസിലിൻ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാം. നെയിം ദ ഫസ്റ്റ് ആന്റിബയോട്ടിക്. ആദ്യത്തെ ആന്റിബയോട്ടിക്കിന്റെ പേരാണ് പെൻസിലിൻ. അത് എവിടുന്നാണ് എക്സ്ട്രാക്ട് ചെയ്തത്, അതൊരു മോൾഡിൽ നിന്നാണ്. മോൾഡിന്റെ പേരൊക്കെ പഠിക്കുക, പെൻസീലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന, നമ്മൾ സാധാരണ ബ്രെഡ് ഒക്കെ പൂത്തു പോകുമ്പോൾ ഒരു ഫംഗസ് വരൂലേ, ആ ഫംഗസിന്റെ പേരാണ്, അതിന്റെ സയന്റിഫിക് നെയിമാണ് പെൻസീലിയം നൊട്ടേറ്റം. ഈ ഫംഗസിൽ നിന്നിട്ടാണ് ആദ്യത്തെ ബാക്ടീരിയനെ കൊല്ലാനുള്ള മരുന്ന് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരും കൂടി ഒന്ന് പഠിക്കുക, അലക്സാണ്ടർ ഫ്ലെമിൻ മാത്രമല്ല ഫ്ലോറി ആൻഡ് ചെയിനും കൂടിയാണ് ഇതെന്താക്കി മാറ്റിയത്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആക്കിയത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ബാക്ടീരിയൻ ട്രീറ്റ്മെന്റിൽ എപ്പോൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ ഏതായിരിക്കണം, ആന്റിബയോട്ടിക്സ് ആയിരിക്കും. ആന്റി ഫംഗൽസ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആന്റി ഫംഗൽ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് എന്ത് അസുഖത്തിനാ, നമുക്കറിയാം ഫംഗസ് പോലത്തെ അസുഖങ്ങളാണ്. സോ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കാണാം. നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ബൈ.